അപ്പോൾ ഹലോ മക്കളെ, എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും? അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ 3rd യൂണിറ്റ് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 3rd യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോപ്പ് യു ഹാവ് ഓൾ സീൻ ദാറ്റ്. എല്ലാവരും കണ്ടു, കുറച്ചൊക്കെ വായിച്ചു നോക്കിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ നെക്സ്റ്റ് 4th യൂണിറ്റുമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് ആൻഡ് ഇറ്റ് ഇസ് റിട്ടൺ ബൈ മാർത്ത സലീനാസ്. Then the second one is the Never Never Nest by Cedric Mount. It's a one-act play. Then we have a poem and it is Pablo Neruda's poetry. ഓക്കെ, അപ്പം നമുക്ക് ഈ 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് നോക്കാനുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസാണ്. ഒത്തിരി വലിയ ബുദ്ധിമുട്ടുള്ള ഭയങ്കര കടുകട്ടി സംഭവങ്ങളൊന്നും ഇതിലില്ല. സോ വിൽ ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്കതൊന്ന് നോക്കി നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഇറ്റ് ഈസ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു സ്റ്റോറിയാണ്. അപ്പം അതിന് മുന്നേ നമുക്ക് വിൽ ജസ്റ്റ് ഡിസ്കസ് അബൌട്ട് ദി ഓതർ മാർത്ത സലീനാസ്. ഷീ ഈസ് എ നേറ്റീവ് കൊളീഗ്ന, കാലിഫോർണിയ നേറ്റീവാണ്. കാലിഫോർണിയയിൽ നിന്ന് അവിടെ നിന്നുള്ളൊരു നേറ്റീവാണ്. ഷീ ഗ്രാജുവേറ്റഡ് ഇൻ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഫ്രം ദി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ഇൻ ഇർവൈൻ. അപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഹെർ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് വർക്ക് എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് ജാക്കറ്റ് തന്നെയാണ്. ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പം ഇതിൽ മാർത്തയുടെ കഥ തന്നെയാണ് മാർത്ത ഈ ഒരു കഥയിലൂടെ നമ്മുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിൽ ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്താണ് ഇതിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്? വിൽ ജസ്റ്റ് ലുക്ക്. ആദ്യത്തെ പാരഗ്രാഫിൽ വി ആർ ഗെറ്റിംഗ് എൻ ഐഡിയ അബൌട്ട് വേർ ഇസ് ഷീ ലിവിങ്. എന്താണ് അവൾ ചെയ്യുന്നത്, മാർത്തയുടെ ജോലി എന്താണ്, അവൾ എന്തൊക്കെ പരിപാടികളാണ് ചെയ്യുന്നത്, അവളുടെ ഏജ് എന്താണ്, ആരാണ് അവൾ എന്നുള്ള ഒരു ഐഡിയ ആണ് യു വിൽ ബി ഗെറ്റിംഗ് ഫ്രം ദി ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, ദി സ്മോൾ ടെക്സാസ് സ്കൂൾ ദാറ്റ് ഐ വെന്റ് ടു ഹാഡ് എ ട്രഡിഷൻ ക്യാരിഡ് ഔട്ട് എവറി ഇയർ ഡ്യൂറിങ് ദ 8th grade graduation. അപ്പം ഇവൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇറ്റ് വാസ് ഇൻ എ സ്മോൾ ടെക്സാസ് സ്കൂൾ. ടെക്സാസിലെ ഒരു ചെറിയ സ്കൂളിലാണ് ഷി വാസ് സ്റ്റഡിങ്. അവിടെ ഒരു പ്രത്യേക തരം ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു ആ ഒരു സ്കൂളിൽ. വാട്ട് ഈസ് ദാറ്റ് ട്രഡീഷൻ? 8th grade പാസ്സാകുമ്പോൾ ആ ഒരു ഗ്രാജുവേഷൻ കിട്ടുമ്പോഴായിരുന്നു ആ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നത്. വാട്ട് വാസ് ദാറ്റ് ട്രഡീഷൻ? എ ബ്യൂട്ടിഫുൾ ഗോൾഡൻ ഗ്രീൻ ജാക്കറ്റ് വാസ് awarded to the class valedictorian. എന്താ സംഭവം? 8th grade പാസ്സാവുന്ന ആ ക്ലാസ്സിലെ വാലിഡിക്ടോറിയൻ, അതായത് ആ ക്ലാസ്സിൽ ഏറ്റവും അടിപൊളിയായിട്ട് നിൽക്കുന്ന വാലിഡിക്ടോറിയൻ എന്ന സ്റ്റുഡൻറ്റ് ഹു ഹാഡ് മെയിൻറ്റെയിൻ ദ ഹയസ്റ്റ് ഗ്രേഡ്സ് ഫോർ 8 years. അപ്പം ഈ 8 വർഷങ്ങളും 1 തൊട്ട് 8 വരെയുള്ള 8 yearsൽ ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റായിരുന്ന ഒരു സ്റ്റുഡൻറ്റ്, ആ കുട്ടിയായിരിക്കും അവരുടെ വാലിഡിക്ടോറിയൻ. 8th പാസ്സാവുമ്പോൾ ഉള്ള ആ ഒരു ഫംഗ്ഷനിലെ വാലിഡിക്ടോറിയൻ. ആ കുട്ടിക്ക് ഹി ഓർ ഷീ വിൽ ബി ഗിവൻ എ ജാക്കറ്റ്. ഒരു ബ്യൂട്ടിഫുൾ ഗോൾഡൻ ഗ്രീൻ ജാക്കറ്റ് വാസ് awarded. ആ ഒരു കുട്ടിക്ക് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സ്വർണവും അതുപോലെ തന്നെ ഗ്രീൻ കളറുള്ള ഒരു ജാക്കറ്റ് അവാർഡ് ചെയ്യായിരുന്നു. ഒരു സ്കോളർഷിപ്പ് പോലെ നമുക്ക് കിട്ടാറുണ്ടല്ലേ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വിൽ ബി അപ്ലൈയിങ് ഫോർ സ്കോളർഷിപ്സ്. നിങ്ങളിപ്പം ഒരുപാട് സ്കോളർഷിപ്സിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ കുറേ പേർക്ക് കിട്ടുന്നൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ പൈസ കിട്ടുകയല്ല, പക്ഷേ ഇവിടെ അതിനു പകരം ദി വാലിഡിക്ടോറിയൻ വിൽ ബി ഗെറ്റിംഗ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഓക്കെ, the scholarship jacket had a big gold S on the left front side and your name written in golden letters on the pocket. എന്താ ആ സ്കോളർഷിപ്പ് ജാക്കറ്റിന് വെറുതെ ഇതൊരു ജാക്കറ്റ് ഒന്നും ആയിരുന്നില്ല. ഇറ്റ് ഈസ് സം സ്പെസിഫിക് ഫീച്ചേഴ്സ്. കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, ഇറ്റ് ഹാസ് എ ബിഗ് ഗോൾഡ് എസ് ഓൺ ദി ലെഫ്റ്റ് ഫ്രണ്ട് സൈഡ്. ഇവിടെ ലെഫ്റ്റ് ഫ്രണ്ട് സൈഡിലായിട്ട് അവിടെ ഒരു ഗോൾഡൻ എസ് അവിടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് യുവർ നെയിം റിട്ടൺ ഇൻ ഗോൾഡ് ലെറ്റേഴ്സ് ഓൺ ദി പോക്കറ്റ്. അപ്പോൾ ആ പോക്കറ്റിൻ്റെ മേലെ ആ കിട്ടിയിട്ടുള്ള കുട്ടിയുടെ പേര് ഗോൾഡൻ ലെറ്റേഴ്സിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ അതാണ് നമുക്ക് ആ സ്കോളർഷിപ്പ് ജാക്കറ്റിനെ പറ്റി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ. ഓക്കെ, കമ്മിങ് ടു ദി സെക്കൻഡ് പാര. നോക്കിയേ, മൈ ഓൾഡസ്റ്റ് സിസ്റ്റർ. ഇത് പറയുന്നത് ആരാ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാർത്ത സലീനാസ് ആണ്. മാർത്തയാണ് കഥ പറയുന്നത്. ഓക്കെ, അപ്പം മൈ ഓൾഡസ്റ്റ് സിസ്റ്റർ റോസി, അപ്പം മാർത്തയുടെ സിസ്റ്ററാണ് റോസി, had won the jacket a few years back and I fully expected to also. അപ്പം എന്താ സംഭവിച്ചത്? മാർത്തയുടെ സിസ്റ്റർ ആയിട്ടുള്ള റോസിക്ക് ഇതുപോലെ ജാക്കറ്റ് കഴിഞ്ഞ വർഷം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കിട്ടിയിരുന്നു. അതായത് നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു മാർത്തയുടെ ചേച്ചി അല്ലെങ്കിൽ സിസ്റ്റർ ആയിട്ടുള്ള റോസി. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മാർത്ത ഈസ് ഓൾസോ എക്സ്പെക്ടിങ് ദിസ് ജാക്കറ്റ്. ഈ ജാക്കറ്റ് എനിക്കും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മുടെ മാർത്ത ഇരിക്കുന്നത്. ഓക്കെ, I was 14 and in the 8th grade. അപ്പം 8ാം ക്ലാസ്സിലാണ്, അവർക്ക് 14 വയസ്സായിട്ടുണ്ട്. അവർക്ക് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടേണ്ട ആ ഒരു പീരീഡ്, ആ ഒരു ടൈം ആയിട്ടുണ്ട്. Then I had been a straight A student since the 1st grade and this last year had looked forward very much to owning that jacket.
അപ്പം എന്താണ്, അവൾ 8th സ്റ്റാൻഡേർഡിലാണെന്ന് പറഞ്ഞു. ഇത്രയും കാലം ഒരു സ്ട്രെയിറ്റ് A സ്റ്റുഡൻറ്റ് എന്ന് വെച്ചാൽ എന്താ, എല്ലാ ക്ലാസ്സിലും കറക്റ്റ് ആയിട്ടുള്ള ഒരു A+ മേടിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മളിപ്പോൾ പറയില്ലേ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഇവളുടെ ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള A+ കിട്ടുന്ന ഒരു സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു മാർത്ത. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഷീൽ ബി ഗെറ്റിംഗ് ദിസ് ജാക്കറ്റ് എന്നുള്ളത്. ഓക്കെ, ദെൻ yes, forward by joining that jacket. My father was a farm laborer who couldn't earn enough money to feed 8 children. അപ്പോൾ എന്താ, ഇവളുടെ അച്ഛന് ഒരു ഫാം ലേബർ ആയിരുന്നു, ഒരു കൃഷിക്കാരനൊക്കെ ആയിരുന്നു, കൃഷിയിടത്ത് പണിയെടുക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവർക്ക് 8 കുട്ടികളുണ്ടായിരുന്നു. അപ്പം ഈ പാവപ്പെട്ട ഒരു കർഷകൻ്റെ ഏർണിങ്സിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഈ 8 പിള്ളേരെയും വളർത്താനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് what happened, so when I was 6 I was given to my grandparents to raise. അപ്പം എല്ലാവരെയും കൂടെ നോക്കി വളർത്താനുള്ള ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മാത്തേനെ 6 വയസ്സായപ്പോഴേക്കും ഇവളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തുകയാണ് അവളെ വളർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റിംഗ് ആണല്ലേ, പ്ലോട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. യാ, അപ്പോൾ നോക്കി നോക്കാം നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ 3rd പാര. We couldn't participate in sports at school because there were registration fees, uniform costs and trips out of town. എന്തുകൊണ്ടാ, അപ്പോൾ ഇവള് പഠനത്തിൽ ഭയങ്കര മിടുക്കിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നോക്കി ആ പാട് സ്പോർട്സിൻ്റെയും ആർട്സിൻ്റെയൊക്കെ കാര്യം നമ്മൾ ആലോചിക്കും അല്ലേ, അതിലും ഇവർക്ക് പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് വാട്ട് ഹാപ്പൻഡ്, എന്തായിരുന്നു പ്രശ്നം, വാട്ട് വാസ് ദാറ്റ് ബാരിയർ? ബിക്കോസ് ദർ വർ രജിസ്ട്രേഷൻ. ഒന്നാമത്തെ പ്രശ്നം, ഇവർക്ക് പൈസ ഇല്ലാന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടി വരുമായിരുന്നു. ദെൻ യൂണിഫോം കോസ്റ്റ്, യൂണിഫോമിൻ്റെ പൈസയും കുറച്ച് കൂടുതലായിരുന്നു. ദെൻ ആൻഡ് ട്രിപ്സ് ഔട്ട് ഓഫ് ടൗണിന് പുറത്തേക്ക് ഇവർക്ക് ഒരുപാട് ട്രിപ്സ് ഒക്കെ പോകേണ്ടി വരുമായിരുന്നു ഈ ഗെയിംസിൻ്റെ ഭാഗമായിട്ട്. അപ്പം ഇതൊന്നും നമ്മുടെ മാർത്തയുടെ ഫാമിലിക്കോ എഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല, ഇത് എത്രയും പൈസ വേണം. So even though our family was quite agile and athletic, there would never be a school sports jacket for us. എന്ത് സംഭവിച്ചു, ഇവർ ഇതിനൊക്കെ ഭയങ്കര എന്താണ് ഫാമർ ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ അത്യാവശ്യം എജൈൽ എന്ന് വെച്ചാൽ കുറച്ച് സ്ട്രെങ്ത്തും മസിൽ പവറൊക്കെ ഉള്ള അത്ലറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവർക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നതിൻ്റെ കാരണം നമ്മൾ മേൽ പറഞ്ഞ കാര്യങ്ങൾ, രജിസ്ട്രേഷൻ ഫീസ്, അവരുടെ യൂണിഫോമിൻ്റെ ഫീസ്, അതുപോലെ തന്നെ പുറത്ത് ടൗണിൻ്റെ പുറത്തൊക്കെ മത്സരത്തിനൊക്കെ പോകുമ്പോഴേക്കും ഒരുപാട് ഫീസ് അതിനാവുന്നുണ്ട്. അപ്പോൾ അത് കാരണം ദേ കുഡൻറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഗെയിംസിലൊന്നും ഇവർക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാൽ ഇവർക്ക് ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ദേ കുഡ് ഹാവ് വൺ എ സ്പോർട്സ് ജാക്കറ്റ് ടു. പഠിത്തത്തിൽ മാത്രമല്ല ഒരു സ്പോർട്സിനും ഒരു ഗോൾഡൻ ജാക്കറ്റ്, ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ഇവർക്ക് കിട്ടിയേനെ. ഓക്കെ, ദെൻ the scholarship jacket was only chance for us. അപ്പോൾ ഇവരുടെ ആകപ്പാടെ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ഇവർക്ക് കിട്ടാനുള്ള ഒരേ ഒരു ചാൻസ് എന്ന് പറയുന്നത് എന്താണ് യെസ്, ഇവർക്ക് ഈ പഠിത്തത്തിലൂടെ നേടാവുന്ന ഈ ഒരു ചാൻസ് മാത്രമേ ഇവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു ചാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദി 4th പാരഗ്രാഫ്. ഇൻ മെയ്, ക്ലോസ് ടു ഗ്രാജുവേഷൻ, സ്പ്രിംഗ് ഫീവർ ഹാഡ് സ്ട്രക്ക് ആസ് യൂഷ്വൽ വിത്ത് വെഞ്ചൻസ്. ആ ഒരു സീസണിനെ പറ്റിയിട്ടാണ്, മെയ് മാസമാണ്, ഗ്രാജുവേഷനൊക്കെ ഏതാണ്ട് അടുക്കാനായിട്ടുണ്ട് ടെക്സാസ് സ്കൂളിൽ. അപ്പം ആ ഒരു സീസണെ പറ്റി സ്പ്രിംഗ് ഫീവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും. ആൻഡ് നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ഇൻ ക്ലാസ്. ഇൻസ്റ്റെഡ് വി സ്റ്റേഡ് ഔട്ട് ഓഫ് ദി വിൻഡോസ് and at each other, wanting to speed up the last few weeks of school. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പം ആസ് യൂഷ്വൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് ഒരു ടൂറൊക്കെ പോകാൻ വേണ്ടിയിട്ടിരിക്കുക. അപ്പം തലേദിവസമൊക്കെ ആണെങ്കിൽ ആർക്കും കിടന്നാൽ ഉറക്കം വരില്ല. വിൽ ബി സെറ്റിംഗ് അലാം വെച്ച് കഴിഞ്ഞാലും അതിനേക്കാളൊക്കെ മുന്നേ നമ്മൾ എഴുന്നേറ്റിരിക്കും അല്ലേ. അപ്പോൾ ആ സെയിം ഒരു സെറ്റപ്പാണ് ഇവിടെയുള്ളത്. ഇവരുടെ ഗ്രാജുവേഷൻ എടുക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആർക്കും ക്ലാസ്സിലിരിക്കാനൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഇവരെല്ലാവരും വെറുതെ ഒന്നെങ്കിൽ പുറത്തോട്ട് നോക്കിയിരിക്കും, അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നോക്കി ഇതെങ്ങനെയും ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളൊരു ഫീലിലാണ് ഇവരിയ്ക്കുന്നത്. ഓക്കെ, I despaired every time I looked in the mirror. Pencil thin, not a curve anywhere. പിന്നെ പറയുന്നത് ഇവളുടെ കാര്യം തന്നെയാണ്, മാത്തയുടെ കാര്യമാണ് പറയുന്നത്. ഇവളെപ്പോൾ കണ്ണാടി നോക്കിയാലും നമുക്ക് ഭയങ്കര സങ്കടമാവുമായിരുന്നു. Why was she sad? എന്തുകൊണ്ടാണ് ഇവൾക്ക് സങ്കടമായിക്കൊണ്ടിരുന്നത്? Because she was pencil thin. അത്രയും മെലിഞ്ഞിട്ടുള്ളൊരു കുട്ടിയായിരുന്നു മാർത്ത. And I was called bean Paul and string bean and I knew that's what I looked like. അപ്പോൾ ഇവളെ ആൾക്കാർ ഫ്രണ്ട്സൊക്കെ കളിയാക്കി വിളിച്ചിരുന്നത് സ്ട്രിങ് ബീൻ എന്നും ബീൻ പോൾ എന്നൊക്കെ. നമ്മൾ പയറിനൊക്കെ ഇങ്ങനെ നാട്ട കുത്തി കൊടുക്കൂല്ലേ, അതിൻ്റെ വള്ളികൾക്ക് കയറിപ്പോകാൻ. അപ്പോൾ അതിനെയാണ് ഇവിടെ ഈ സ്ട്രിങ് ബീനൊക്കെ ബീൻ പോൾ എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയും മെലിഞ്ഞിട്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. That really wasn't much for a 14-year-old to work with, I thought, as I absent-mindedly wandered from my history class to the gym.
അപ്പോൾ ഒരു 14 വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമായിട്ട് ഒന്നെങ്കിൽ ഇടയ്ക്കൊക്കെ അവൾക്ക് ഹേർട്ട് ആവാറുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ അവൾ വലിയ കാര്യമാക്കാറില്ലായിരുന്നു. ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എന്നിരുന്നാലും ദാറ്റ് വാസ് ഓക്കെ ഫോർ ഹെർ. ഇപ്പോൾ ഇവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവൾ ഒരു ഒന്നും ചിന്തിക്കാണ്ട് അവളുടെ ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്ന് ജിമ്മിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. Another hour of sweating in basketball and displaying my toothpick legs was coming up. എന്തിനാ ഇവള് ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? അവിടെ അവർക്ക് ബാസ്കറ്റ്ബോൾ കളിക്കാനുള്ള ഒരു ടൈമാണ് ഇനിയുള്ളത്. അപ്പോൾ അവൾ പറയുന്നത് എക്സ്പോസിങ് മൈ ടൂത്ത് പിക്ക് ലെഗ്സ്, അവളുടെ കാലുകളും അത്രയും മെലിഞ്ഞിട്ടായിരുന്നത്. അതുകൊണ്ട് അവൾ പറയാണ്, നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടായിരിക്കുമല്ലേ ബാസ്കറ്റ് ബോൾസ് ഒക്കെ കളിക്കുക, അപ്പോൾ അതുപോലെ നമ്മൾ ഇത്രയുള്ളതൊക്കെ ഇട്ട് നിൽക്കുമ്പോഴേക്കും ഷിൽ ബി ഫീലിംഗ് ലൈക്ക് ഷീ ഈസ് ഹാവിങ് ടൂത്ത് പിക്ക് ലെഗ്സ്, അത്രയും മെലിഞ്ഞ കാലുകളാണ് തനിക്കുള്ളതെന്നൊക്കെ അവൾക്ക് തോന്നുമായിരുന്നു. ദെൻ ഐ റിമെമ്പേർഡ് മൈ PE ഷോർട്സ് വാസ് സ്റ്റിൽ ഇൻ എ ബാഗ് അണ്ടർ മൈ ഡെസ്ക് വെർ ഐ ഹാഡ് forgotten them. അപ്പോൾ ഇവർക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത് തൻ്റെ PE ഷോർട്സ് കളിക്കാൻ പോകുമ്പോൾ, സ്പോർട്സിന് പോകുമ്പോൾ ഇടേണ്ട ഷോർട്സ് അവളുടെ ക്ലാസ് റൂമിലെ ഡെസ്കിനടിയിൽ തന്നെയാണ് വെച്ചിട്ട് പോകുന്നത്. ഇപ്പോഴാണ് ഈ പോകുന്ന വഴിക്കാണ് അവൾക്ക് ഈ കാര്യം ഓർമ്മ. സോ ഷി ജസ്റ്റ് റിട്ടേൺഡ് ബാക്ക് ടു ക്ലാസ്സിൽ പോയിട്ട് അത് എടുക്കണം. Then I had to walk all the way back and get them. Coach Thompson was a real bear if someone wasn't dressed for PE. അപ്പോൾ ഇവർക്ക് എന്തായാലും നിർബന്ധമായിട്ട് അത് പോയി എടുത്ത് വന്നാലേ രക്ഷയുള്ളൂ. കാരണം അവരുടെ കോച്ച് തോംസൺ അവർ ഭയങ്കര ഒരു ഫെറോഷ്യസ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഈ ഡ്രസ്സിലൊന്നും അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ, കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ഡ്രസ്സൊന്നും ഇല്ലെങ്കിൽ അവർ വല്ലാണ്ട് ചീത്ത പറയും, സ്കോൾഡ് ചെയ്യുകയൊക്കെ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഷീ ഹാഡ് സെഡ് ഐ വാസ് എ ഗുഡ് ഫോർവേഡ് ആൻഡ് ഈവൻ ട്രൈ ടു ടോക്ക് ഗ്രാൻഡ്മ ഇൻ ടു ലെറ്റിംഗ് മീ ജോയിൻ ദ ടീം വൺസ്. ഓഫ് കോഴ്സ് ഗ്രാൻഡ്മ സെഡ് നോ. അപ്പോൾ അവരൊരിക്കൽ ഇവളുടെ ഗ്രാൻഡ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൾ നല്ലൊരു ഫോർവേഡായിട്ട് കളിക്കാൻ പറ്റിയ ഒരാളാണ്, അപ്പോൾ അവളെ ടീമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നൊക്കെ ഒരു ദിവസം ഇവളുടെ ഗ്രാൻഡ്മയുടെ അടുത്ത് നമ്മുടെ കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് വാട്ട് ക്യാൻ ബി ഹർ റിപ്ലൈ? എന്തായിരിക്കും അവരുടെ റിപ്ലൈ? ഒബ്വിയസ്ലി ഷീ സെഡ് നോ, ഗ്രാൻഡ്മ പറ്റില്ല എന്ന് തന്നെയാണ് ആൻസർ കൊടുത്തത്. ഓക്കെ, then coming to the next paragraph, I was almost back at my classroom door when I heard voices raised in anger as if some sort of argument. Okay, I stopped. I didn't mean to eavesdrop, but I just hesitated, not knowing what to do. എന്താ സംഭവിച്ചത്? അപ്പോൾ ഇവൾ ക്ലാസ്സിന് പുറത്തെത്തി, ഇവളുടെ PE ഷോർട്സ് ഇരിക്കുന്ന ക്ലാസ്സിൻ്റെ തൊട്ട് പുറത്തെത്തി. അപ്പോൾ പുറത്തെത്തിയപ്പോഴേക്കും ഷി ക്യാൻ ഹിയർ വോയിസസ് ഓഫ് ആർഗ്യൂയിങ്. രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് വഴക്കിടുന്ന, ആർഗ്യൂ ചെയ്യുന്നതിൻ്റെ ഒച്ച അവൾക്ക് ക്ലാസ്സിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ കേൾക്കാം. അപ്പം ഇവള് അവിടെ ജസ്റ്റ് ഒന്ന് നിന്നു, കാരണം അവൾ കയറേണ്ട ക്ലാസ്സിലാണ് ഈ ഒച്ച കേൾക്കുന്നത്. അപ്പോൾ അവൾ ആക്ച്വലി ഈവ്സ്ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒളിച്ചെന്ന് കേൾക്കുക. അങ്ങനെയൊന്നും അവൾ വിചാരിച്ചില്ല. ബട്ട് എന്നാലും ആ ക്ലാസ്സിലേക്ക് ഇവർ വഴക്കിട്ടുകൊണ്ട് നിൽക്കുന്നതിന് ഇടയ്ക്കൊക്കെ കയറി ചെല്ലാൻ അവൾക്കൊരു മടി, ഹെസിറ്റേഷൻ തോന്നി. Then I needed those shots and I was going to be late, but I didn't want to interrupt an argument between my teachers. അപ്പോൾ അവൾക്ക് എന്താ, അത് എടുക്കണമെന്നുണ്ട്, പക്ഷെ രണ്ട് ടീച്ചേഴ്സ് തമ്മിൽ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കയറി ചെന്ന് എന്തെങ്കിലും പറയുമോ, അതെല്ലാം എടുത്തുകൊണ്ട് പോരാനുള്ള ഒരു ഗട്ട്സ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, then I recognize the voices. ആരൊക്കെ രണ്ടുപേർ തമ്മിൽ അവിടെ ആർഗ്യുമെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്? മിസ്റ്റർ സ്കിമിറ്റ്, മൈ ഹിസ്റ്ററി ടീച്ചർ, ആൻഡ് മിസ്റ്റർ ബൂൺ, മൈ മാത്ത് ടീച്ചർ. ആരൊക്കെ തമ്മിൽ ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്? യെസ്, ഒന്ന് മിസ്റ്റർ സ്കിമിറ്റ്, ഇവരുടെ ഹിസ്റ്ററി ടീച്ചറാണ്, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് മിസ്റ്റർ ബൂൺ, അവരുടെ മാത്സ് ടീച്ചറും തമ്മിലാണ് ഈ ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. They seemed to be arguing about me. That is the thing. ഇവർ എന്തിനെ പറ്റിയോ വെറുതെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയല്ല, പകരം ആരെ പറ്റിയിട്ടാണ് ഇവർ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യെസ്, ആരെപ്പറ്റി ഇവർ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മിസ്റ്റർ സ്കിമിഡും അതുപോലെ തന്നെ മിസ്റ്റർ ബൂണും ആരെ പറ്റിയാണ്? മാർത്തേനെ പറ്റിയിട്ടാണ്. ദേ ആർ ആർഗ്യൂയിങ് അബൌട്ട് മീ. എന്തിനാ ഇവർ ആർഗ്യൂ ചെയ്യുന്നത്? ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫീലിംഗ് ഓഫ് ഷോക്ക് ദാറ്റ് റൂട്ടഡ് മീ ഫ്ലാറ്റ് അഗെയിൻസ്റ്റ് ദി വാൾ ആസ് ഇഫ് ഐ വർ ട്രൈയിങ് ടു ബ്ലെൻഡ് ഇൻ വിത്ത് ഗ്രാഫിറ്റി റിട്ടേൺ ദർ. അപ്പം എന്നെ പറ്റിയാണ് എൻ്റെ രണ്ട് ടീച്ചേഴ്സ് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ഇവളെ പറ്റി രണ്ടുപേര് ഇവളെ പറ്റി പറഞ്ഞ് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടുകൊണ്ടിരിക്കുക. അപ്പം ഇത് കേട്ടപ്പോഴേക്കും ഷി വാസ് ഷോക്ക്ഡ്. എന്തിനാണ് എന്നെപ്പറ്റി രണ്ട് ടീച്ചേഴ്സ് ഇത്രയധികം ആർഗ്യൂ ചെയ്യുന്നതെന്നൊക്കെ കേട്ടപ്പോഴേക്കും ഷി വാസ് ഷോക്ക്ഡ്. നമ്മൾ ഷോക്കൊക്കെ വരുമ്പോഴേക്കും നമ്മളിങ്ങനെ പയ്യെ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ പുറകിലുള്ള ഭാഗത്ത് ഇങ്ങനെ പോയി ചാരി നിൽക്കൂലേ, നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. അപ്പം ഇവിടെ ഈ ഗ്രാഫിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറകിൽ വാൾസിലൊക്കെ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ, നമ്മൾ വാൾസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അവിടെ പോയി അവൾ ജസ്റ്റ് ഇങ്ങനെ സ്റ്റക്കായി നിന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ റെഫ്യൂസ് ടു ഡു ഇറ്റ്. ഐ ഡോണ്ട് കെയർ ഹു ഹെർ ഫാദർ ഇസ്. ഹെർ ഗ്രേഡ്സ് ഡസൻറ്റ് ഈവൻ ബിഗിൻ ടു കമ്പയർ വിത്ത് ടു മാതേഴ്സ്. അപ്പോൾ ഒരാളുടെ ഒച്ച കേൾക്കുകയാണ്, എന്താ പറയുന്നത്? ഒരിക്കലും ഞാനിതിന് കൂട്ടു നിൽക്കത്തില്ല. അവളുടെ ഫാദർ ആരും ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ഒരിക്കലും
അവളുടെ ഈ ഒരു ഇതിന് കൂട്ടു നിൽക്കത്തില്ല. കാരണം അവളുടെ മാർക്സ് ഒരിക്കലും മാർത്തയുടെ മാർക്സിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. ഒരു ടീച്ചർ പറയുന്ന ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. ആൻഡ് ഐ വോണ്ട് ലൈ ഓർ ഫോൾസിഫൈ ദ റെക്കോർഡ്സ്. ഇപ്പം ഞാൻ ഈ ഉള്ള റെക്കോർഡ്സ് ഒന്നും തിരുത്തുവോ അല്ലെങ്കിൽ മാറ്റി എഴുതുവോ ഒന്നും ചെയ്യില്ല. മാർത്ത ഹാസ് എ സ്ട്രെയിറ്റ് A+ ആവറേജ് ആൻഡ് യു നോ ഇറ്റ്. മാർത്തയ്ക്ക് നല്ല മാർക്കാണ് എപ്പോഴും ഉള്ളത് എല്ലാ ക്ലാസ്സിലും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ദാറ്റ് വാസ് മിസ്റ്റർ സ്കിമിഡ് ആൻഡ് ഹി സൗണ്ടഡ് വെരി ആംഗ്രി. അപ്പം ഈ പറയുന്നത് ആരാണ്? നമ്മുടെ മാർത്തയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് ആരാണ്? യെസ്, മിസ്റ്റർ സ്കിമിഡ്, ഹിസ്റ്ററി ടീച്ചറാണ് അവർക്ക് വേണ്ടിയിട്ട് ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത്. മിസ്റ്റർ ബോൺസ് വോയിസ് സൗണ്ടഡ് കാം. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന മിസ്റ്റർ ബോൺ എങ്ങനെയാ? അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് വളരെ ക്വയറ്റ് ആൻഡ് കാം ആണ്. അദ്ദേഹം എന്താ പറയുന്നത്? Look, John's father is not only on the board, he owns the only store in town. We could say it was a close tie and okay. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? മിസ്റ്റർ ബോൺ എന്താ പറയുന്നത്? പുള്ളിക്ക് ഇതൊന്നും കാര്യമില്ല. പുള്ളി വളരെ കാമായിട്ട് പറയാണ്, ലുക്ക്, ജോവാൻ്റെ ഫാദർ നമ്മുടെ സ്കൂൾ ബോർഡിൻ്റെ ഒരു മെമ്പർ മാത്രമല്ല, പിന്നെ ആരും കൂടിയാണ്. ഹി ഓൺസ് ദി ഓൺലി സ്റ്റോർ ഇൻ ടൗൺ. നമ്മുടെ ടൗണിലെ ആകപ്പാടെ ഒരു സ്റ്റോർ ഓണർ നമ്മുടെ ജോവാൻ്റെ ഫാദറാണ്. സോ വി കുഡ് സേ ഇറ്റ് വാസ് എ ക്ലോസ് ടൈ. അപ്പോൾ പറയാണ് ഇത് നമുക്ക് ഏതായാലും ഒരു ക്ലോസ് ടൈ ആണ്. എന്താണ് നമുക്ക് ഇത് വളരെ ഒരു പറ്റൊരു ഓപ്പർച്യൂണിറ്റി ആണ്. The pounding in my ears drowned out the rest of the words. Only a word here and there filtered through. Martha is Mexican. Resign won't do it. Mr. Skimmett came rushing out and luckily for me went down the opposite way towards the auditorium, so he didn't see me. എന്താ സംഭവിച്ചത്? ഇവർ ആർഗ്യൂ ചെയ്യുന്നത് മാർത്തയുടെ പേരിലാണ്. എന്തായിരിക്കും ആർഗ്യുമെൻറ്റിൻ്റെ ആ ഒരു റീസൺ? നമ്മുടെ സ്കിമിറ്റ് പറയുന്നത് മാർത്തയാണ് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റ്, സ്ട്രെയിറ്റ് A+ ഉള്ള സ്റ്റുഡൻറ്റ് മാർത്തയാണ്, അതുകൊണ്ട് ഇവൾക്ക് തന്നെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടണം. വേറാസ് മിസ്റ്റർ ബോൺ ഇസ് ആർഗ്യൂയിങ് ഫോർ ജോആൻ only just because her father is a rich man. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫാദറാണ്, സ്കൂൾ ബോർഡിലെ മെമ്പറാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് ജോആന് കൊടുക്കണം എന്നാണ് നമ്മുടെ മാത്സ് ടീച്ചർ മിസ്റ്റർ ബോൺ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇതൊക്കെ കേട്ടപ്പോഴേക്കും നമ്മുടെ മാർത്ത ഇസ് ഫീലിംഗ് ഡിപ്രസ്ഡ്, ഭയങ്കര സാഡായിട്ട് ഇരിക്കുകയാണ്. അപ്പം അവൾക്ക് പിന്നെ അവർ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ വളരെ ഇങ്ങനെ മുഴുവനായിട്ടൊന്നും കേൾക്കുന്നില്ല. അവളുടെ ആ സങ്കടം കാരണം നമ്മൾ പകുതി ഇങ്ങനെ ഫിൽറ്റേർഡായിട്ട് പകുതി അവിടെ ഇവിടെ മുറിഞ്ഞു മാത്രമേ കേൾക്കുന്നുള്ളൂ. മാത്ത ഈസ് മെക്സിക്കൻ. മാത്ത മെക്സിക്കൻ ആണ്. റിസൈൻ വോണ്ട് ഡു ഇറ്റ്, അങ്ങനെ ചെയ്യരുത്, റിസൈൻ, ഇതൊക്കെ പകുതി ഈ ഒരു ഫുൾ സ്റ്റോപ്സ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പകുതിയെ കേൾക്കുന്നുള്ളൂ, മുറിഞ്ഞാണ് അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. മിസ്റ്റർ സ്കിമ്മിറ്റ് കെയിം റഷിംഗ് ഔട്ട് ആൻഡ് ലക്കിലി ഫോർ മീ വെന്റ് ഡൗൺ ദി ഓപ്പോസിറ്റ് വേ. അപ്പോൾ എന്താ സംഭവിച്ചത്? വേഗം നമ്മുടെ മിസ്റ്റർ സ്കിമ്മിറ്റ് ആ ക്ലാസ്സിലേക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഏതായാലും മാർത്തയുടെ ഭാഗ്യം കൊണ്ട് മാർത്ത നിന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് മിസ്റ്റർ സ്കിമ്മിറ്റ് പോയിട്ടുള്ളത്. ഓഡിറ്റോറിയത്തിൻ്റെ ആ സൈഡിലേക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ മാർത്തേനെ ഹിസ്റ്ററി ടീച്ചർ മിസ്റ്റർ സ്കിമ്മിഡ് ആ ഒരു ടൈമിൽ കാണുന്നില്ല. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് പാര. Shaking, I waited a few minutes and then went in and grabbed my bag and fled from the room. അടുത്ത എന്താ? അപ്പോൾ അവൾ എടുക്കാൻ വന്നത് എന്താ? അവളുടെ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങോട്ട് കയറി വന്നത് അല്ലേ. അപ്പോൾ കുറച്ച് നേരം അവിടെ പുറത്തിറങ്ങി നിന്നിട്ട് ആ പുറത്ത് തന്നെ നിന്നിട്ട് അവൾ വേഗം ക്ലാസ് റൂമിൽ കയറിയിട്ട് അവളുടെ ഷോർട്സ് ഒക്കെ എടുത്ത് പോവാണ്. അവൾ ക്ലാസ്സിൽ കയറി ചെല്ലുമ്പോഴും ആ റൂമിലുണ്ട്, മിസ്റ്റർ ബൂൺ അവിടെയുണ്ട്. പക്ഷേ ദേ ഡിഡ്ന്റ് ടോക്ക്, അവർ സംസാരിക്കുന്നൊന്നുമില്ല. മാർത്ത അവളുടെ സംഭവം എടുത്തിട്ട് ഷോർട്സ് എടുത്തിട്ട് അവൾ തിരിച്ചിറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, then to this day I don't remember if I got in trouble in P. അപ്പം ഇത്രയും കാലത്തിനിടയ്ക്ക് മാർത്തയ്ക്ക് അവളുടെ ഈ ഒരു എന്താണ് സ്പോർട്സിൻ്റെ ടൈമിൽ ഒരിക്കലും ഒരു ഡിഫിക്കൽട്ടിയും ഉണ്ടായിട്ടില്ല. പക്ഷേ അന്ന് ആദ്യമായിട്ട് അവളുടെ ക്ലാസ്സിന് ലേറ്റായി, ജിമ്മിൽ ആ ബാസ്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടി ചെല്ലാൻ വേണ്ടിയിട്ട് ലേറ്റായി. മാത്രമല്ല എന്ത് സംഭവിച്ചു? ഹൗ ഐ മേഡ് ഇറ്റ് ത്രൂ ദ റെസ്റ്റ് ഓഫ് ദി ആഫ്റ്റർനൂൺ. ബാക്കി എങ്ങനെയൊക്കെയോ ആ സമയം, ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം അവൾ എങ്ങനെയൊക്കെയോ ഒന്ന് തള്ളി നീക്കുകയായിരുന്നു. ആൻഡ് ദെൻ ഷീ വെൻ ബാക്ക് ടു ഹോം. വീട്ടിലേക്ക് വേഗം പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവൾ ഈ സങ്കടം ആരുടെടുത്തും പറയാൻ വയ്യ. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൾ വേഗം റൂമിൽ പോയിട്ട് തലമണയൊക്കെ അമർത്തി പിടിച്ച് അവൾ കരയുകയാണ്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇവൾ ഒച്ചത്തിൽ കരഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ്മ വരും, ഗ്രാൻഡ്മ കേൾക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് ആരും അറിയാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഷീ ഈസ് ജസ്റ്റ് ക്രൈയിങ്. ഓക്കെ, ദെൻ ഇറ്റ് സീംഡ് എ ക്രൂവൽ കോയിൻസിഡൻസ്. അപ്പോൾ എന്താ പ്രശ്നം? എന്താണ് ഇതിപ്പം? ഭയങ്കര കോയിൻസിഡൻസ് ആയി, അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായി പോയി. എന്താ സംഭവിച്ചത്? ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ ഈ ഒരു ടോക്ക് ഇവർക്ക് കൊടുക്കണ്ട എന്നുള്ളൊരു ടോക്ക് മാർത്ത കേട്ടതായിരുന്നു ഏറ്റവും വലിയൊരു ക്രൂരമായിട്ടുള്ള ഒരു കാര്യം. അതല്ലെങ്കിൽ അവൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഷീ വിൽ ജസ്റ്റ് തിങ്ക് അബൌട്ട് സംതിങ് എൽസ്. ഇത് അങ്ങനെയാണ് എന്നുള്ളത് മാത്രമേ അവൾ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ,
I had overheard that conversation. The next day, when the principal called me into his office, I knew what it would be about. അപ്പോൾ അടുത്ത ദിവസം അവൾ സ്കൂളിൽ പോയപ്പോഴേക്കും അവളെ പ്രിൻസിപ്പളുടെ റൂമിലേക്ക് വിളിച്ചു. അപ്പോൾ അവൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് തന്നെ പ്രിൻസിപ്പളുടെ റൂമിലേക്ക് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഹി ലുക്ക്ഡ് അൺകംഫർട്ടബിൾ ആൻഡ് അൺഹാപ്പി. അപ്പോൾ പ്രിൻസിപ്പളുടെ റൂമിൽ ചെല്ലുമ്പോഴേക്കും പ്രിൻസിപ്പൾ വളരെ ഒട്ടും ഒരു സമാധാനം ഇല്ലാത്ത രീതി, അൺകംഫർട്ടബിൾ ആണ്, ഭയങ്കര അൺഹാപ്പിയാണ്, ഒരു സന്തോഷമൊന്നും ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. ആൻഡ് ഐ ഡിസൈഡ് ഐ വാസൻ ഗോയിങ് ടു മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ഹിം. അപ്പോൾ ഇവളും വിചാരിച്ചു അത്ര എളുപ്പത്തിൽ ഞാനങ്ങനെ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരിതിലാണ് അവൾ അങ്ങോട്ട് പോകുന്നത്. സോ ഐ ലുക്ക്ഡ് ഹിം സ്ട്രെയിറ്റ് ഇൻ ഹിസ് ഐ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവൾ നമ്മുടെ പ്രിൻസിപ്പളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടാണ് അവൾ സംസാരിക്കുന്നത് അല്ലേ. കള്ളത്തരമൊന്നും ചെയ്യാത്തവർക്ക് വി ക്യാൻ ജസ്റ്റ് ലുക്ക് സ്ട്രെയിറ്റ് ഇൻ ടു ദെയർ ഐസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ സ്ട്രെയിറ്റ് ആയിട്ട് ഐസിലേക്ക് നോക്കുകയാണ്. പക്ഷേ പ്രിൻസിപ്പൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവളുടെ ഈ സ്ട്രെയിറ്റ് ഐസിനെ നേരിടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. മാർത്ത, he said, there's been a change in policy this year regarding the scholarship jacket. As you know it has always been free. അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു തുടങ്ങുകയാണ്, കാര്യം ഇങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. മാർത്ത, ഈ വർഷം മുതൽ നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുന്നതിൽ ആ ഒരു പോളിസിയിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താണ് ആ വ്യത്യാസം? യെസ്, ആസ് യു നോ ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ഫ്രീ. അപ്പോൾ ഇത്രയും കാലം നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുത്തിരുന്നത് ഫ്രീ ആയിട്ടാണ്. നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിക്ക് 8th ഗ്രാജുവേഷൻ്റെ ടൈമിൽ ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കും. ബട്ട് വാട്ട് ഹാപ്പൻ നൗ? ഹി ക്ലിയർഡ് ഹിസ് ത്രോട്ട് ആൻഡ് കണ്ടിന്യൂഡ്. അപ്പം ഒന്ന് തൊണ്ടയൊക്കെ ശരിയാക്കിയിട്ട് പറയുകയാണ്, ഈ വർഷം മുതൽ അവരുടെ സ്കൂൾ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. എന്താ തീരുമാനിച്ചത്? ടു ചാർജ് $15 which still won't cover the complete cost of the jacket. എന്താ പുതിയൊരു തീരുമാനം? സ്കൂൾ ബോർഡ് തീരുമാനിച്ചിരിക്കുന്ന പുതിയ തീരുമാനം എന്താണ്? ടു ചാർജ് $15 ഫോർ ദിസ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടണമെങ്കിൽ ഇനി അതിന് $15 കൊടുക്കണം. എന്നാലും അത് ആ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ പകുതി തുക പോലും ആവുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ദെൻ I stared at him in shock and a small sound of dismay escaped my throat. I hadn't expected this. He still avoided looking in my eyes. അപ്പം ഇവള് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത്തരം ഒരു കാര്യം പറഞ്ഞ് തന്നെ ഇങ്ങനെ ഔട്ടാക്കും അല്ലെങ്കിൽ തനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് അവൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ വളരെ ഷോക്ക്ഡ് ആയിട്ട് നമ്മുടെ പ്രിൻസിപ്പലിനെ ഇങ്ങനെ നോക്കി നിൽക്കണം. അപ്പോഴും നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ എന്താ ചെയ്യുന്നത്? ഇവളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിന് അപ്പോഴും ഉണ്ടായിരുന്നില്ല. ദെൻ standing with all the dignity I could muster, I said, I will speak to my grandfather about it, sir, and let you know tomorrow. അപ്പോൾ അവൾ എന്താ പറഞ്ഞേ? എല്ലാം ഒരു ധൈര്യമൊക്കെ കടിച്ചു പിടിച്ച് അവൾ എന്ത് പറഞ്ഞു? ഞാൻ നാളെ പോയിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇതിനുള്ളൊരു റിപ്ലൈ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഷി ക്രൈഡ് ഓൺ ദി വാക്ക് ഹോം ഫ്രം ദി ബസ് സ്റ്റോപ്പിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ഇവൾ ഭയങ്കരമായിട്ട് കരഞ്ഞൊക്കെയാണ് പോകുന്നത്. The dirt road was a quarter mile from the highway. ഹൈവേയിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. So by the time I got home, my eyes were red and puffy. അപ്പം വീട്ടിലേക്ക് പോകാൻ ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് മുഴുവൻ കരഞ്ഞുകൊണ്ട് പോകുന്നതുകൊണ്ട് വീട്ടിലെത്തിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? അവളുടെ കണ്ണൊക്കെ മുഴുവൻ കരഞ്ഞ് കലങ്ങി ഭയങ്കരമായിട്ട് വീർത്ത് പഫിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. Where is grandpa? I asked grandma, looking down at the floor, so she wouldn't ask me why I had been crying. അപ്പോൾ അവൾ ഗ്രാൻഡ്മേയുടെ അടുത്ത് ചോദിക്കുകയാണ്, എവിടെയാണ്? താഴേക്ക് നോക്കിയിട്ടാണ്, നിലത്തേക്ക് നോക്കിയിട്ടാണ് ഗ്രാൻഡ്മേയുടെ അടുത്ത് ചോദിക്കുന്നത്. വേർ ഇസ് ഗ്രാൻഡ്പ എവിടെയാണ്? അത് നിലത്തേക്ക് നോക്കി ചോദിക്കാൻ കാര്യം എന്താണ്? നേരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാൻഡ്മയ്ക്ക് മനസ്സിലാവും അവൾ കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങിയിരിക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ താഴേക്ക് നോക്കി പറയുന്നത്. ഷി വാസ് ഷോയിങ് എ ക്വിൽറ്റ് ആസ് യൂഷ്വൽ ആൻഡ് ഡിഡ്ന്റ് ലുക്ക് അപ്പ്. അപ്പോൾ ഗ്രാൻഡ്മ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? യൂഷ്വലായിട്ട് ആ ബെഡ് കവറൊക്കെ ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഒന്നും തിരിഞ്ഞൊന്നും അവളെ നോക്കുകയൊന്നും ചെയ്യാണ്ട് എന്ത് പറഞ്ഞു? I think he is out back working in the bean field. അപ്പോൾ അത് ആ തോട്ടത്തിൽ പണിയെടുക്കാൻ പോയേക്കുവാണ് ഗ്രാൻഡ്പ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മാർത്ത അങ്ങോട്ട് പോവാണ്. I went outside and looked out at the fields. There he was. അപ്പോൾ അവൾ പുറത്തേക്ക് പോയി പുറത്ത് പറമ്പിൽ നോക്കുകയാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ആരെ കാണാം? യെസ്, ഗ്രാൻഡ്പേനെ നോക്കുമ്പോൾ കാണുന്നുണ്ട്. Then I could see him walking between the rows. അപ്പോൾ ബീൻസ് നട്ടിരിക്കുന്ന ആ ഒരു ചെടികളുടെ ഇടയിൽ കൂടെ നമ്മുടെ ഗ്രാൻഡ്പ ഇങ്ങനെ നടക്കുന്നത് കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ഹോയുണ്ട്, ഒരു തൂമ്പ പോലൊരു സാധനം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. I walked slowly out to him, trying to think how I could best ask for the money. അപ്പോൾ അവൾ ഗ്രാൻഡ്പയുടെ അടുത്തേക്ക് നടന്നു പോകുന്ന വഴിക്ക് ഇവളെന്താ ആലോചിക്കുന്നത്? എങ്ങനെ എനിക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ട്
ഈ പൈസയ്ക്കൊന്ന് മേടിച്ചെടുക്കാം എന്നുള്ള കാര്യമാണ് ഇവൾ ആലോചിക്കുന്നത്. ഓക്കെ, there was a cool breeze blowing and the sweet smell of mesquite fruit in the air, but I didn't appreciate it. അപ്പോൾ ഇവൾ നടന്നു പോകുമ്പോൾ നല്ലൊരു ചെറിയ കാറ്റൊക്കെ വീശുന്നുണ്ട്. അതിൻ്റെ ആ കാറ്റിൻ്റെ ഒപ്പം നല്ല മെസ്കറ്റ് ഫ്രൂട്ട്, ഒരു ഫ്രൂട്ടാണ് നാട്ടിലൊക്കെ കിട്ടുന്ന. ആ ഫ്രൂട്ടിൻ്റെ മണമൊക്കെ അതുവഴി പോകുന്നുണ്ട്. പക്ഷേ അവൾക്കിതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാനോ ഒന്ന് ആസ്വദിക്കാനോ എൻജോയ് ചെയ്യാനുള്ള ഒരു മൂഡിലൊന്നും അല്ല അവളുള്ളത്. കാരണം എന്താണ്, അവൾ വളരെ ടെൻസ്ഡ് ആണ്. ഓക്കെ, then it was more than just being a valedictorian and giving a little thank you speech for the jacket on graduation night. It represented 8 years of hard work and expectation. അപ്പോൾ ഇവള് പോകുന്ന വഴിക്ക് ഇതാ അവള് പറയുന്നുണ്ട്, ഐ കിക്ക് ദ ഡേർട്ട് ക്ലൗഡ്. ഇങ്ങനെ ചെറിയ മണ്ണ് കട്ടയൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ ഇവളിങ്ങനെ ചവിട്ടി തെറിപ്പിക്കുന്നൊക്കെയുണ്ട്. എന്തുകൊണ്ടാണ് ഇവൾ ഇത്രയധികം ഈ ഒരു ജാക്കറ്റ് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്? വൈ ഷീ വാണ്ടഡ് ദാറ്റ്? ഇവിടെ എന്താ, വെറുതെ ഒരു വാലിഡിക്റ്റേറിയൻ ആവുക, ആ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയി അന്നൊരു താങ്ക്സ് ഗിവിങ് സ്പീച്ചൊക്കെ കൊടുക്കുക, പ്രസംഗിക്കുക എന്നുള്ളതല്ല അവളുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ബട്ട് എന്താ, it represented 8 years of hard work and expectation. എന്താ സംഭവം, അവൾ 8 കൊല്ലം ചെയ്ത ഹാർഡ് വർക്ക്, ചെയ്ത പരിശ്രമം, കഠിനാധ്വാനം, അതുപോലെ തന്നെ അവളുടെ എക്സ്പെക്റ്റേഷൻ, അവളുടെ പ്രതീക്ഷയൊക്കെയാണ് അവൾക്ക് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിലൂടെ അവൾ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അന്നത്തെ ആ ദിവസം കയറി സ്റ്റേജിൽ കയറി ഒരു വലിയ നീളം പ്രസംഗമൊക്കെ പറയാമെന്നുള്ള കാര്യമൊന്നും അല്ല നമ്മുടെ മാർത്തേനെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. പകരം അവളുടെ ഹാർഡ് വർക്കും എക്സ്പെക്റ്റേഷനും ഒന്ന് അവോയ്ഡ് ചെയ്യപ്പെടണം എന്നുള്ളൊരു തോട്ടാണ് മാർത്തയ്ക്കുള്ളത്. ഓക്കെ, I knew I had to be honest with Grandpa. It was my only chance. He saw my shadow and looked up. അപ്പം മാർത്തയ്ക്ക് അറിയാം ഗ്രാൻഡ്പേരെ അടുത്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഒരു ചാൻസ് ഉള്ളൂ. അപ്പോൾ അവൾ വേഗം ചെന്ന് അവിടെ നിൽക്കുകയാണ്. അവളുടെ നിഴൽ താഴെ നിലത്ത് കണ്ടപ്പോഴേക്കും ഗ്രാൻഡ്പയ്ക്ക് മനസ്സിലായി, യെസ് ഷീ ഈസ് ദർ, എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി എന്ത് സംഭവിച്ചു? ഗ്രാൻഡ്പ കയറി ആദ്യമേ സംസാരിച്ചോ? നോ, ഹി വെയിറ്റഡ് ഫോർ മീ ടു സ്പീക്ക്. അപ്പം ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ്പ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഐ ക്ലിയർഡ് മൈ ത്രോട്ട് നെർവസ്ലി ആൻഡ് ക്ലാപ്സ്ഡ് മൈ ഹാൻഡ്സ് ബിഹൈൻഡ് മൈ ബാക്ക് സോ ഹി വുഡൻറ്റ് സീ ദം ഷേക്കിംഗ്. അപ്പോൾ ദാ ഇവൾ ഭയങ്കര നെർവസാണ്, നമ്മുടെ മാർത്ത ഭയങ്കര നെർവസാണ്. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്തു, അവളുടെ കൈകൾ പുറകിലൊക്കെ കെട്ടി. എന്തിനാ പുറകിൽ കെട്ടിയത്? ഇങ്ങനെ തൻ്റെ കൈ വിറയ്ക്കുന്നത് ഗ്രാൻഡ്പ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു, കൈയൊക്കെ പുറകിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്ലാസ്പ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഗ്രാൻഡ്പ, ഐ ഹാവ് എ ബിഗ് ഫേവർ ടു ആസ്ക് യു, ഐ സെഡ് ഇൻ സ്പാനിഷ്, ദ ഓൺലി ലാംഗ്വേജ് ഹി ന്യൂ. അപ്പോൾ എന്താ, മാർത്ത സംസാരിച്ച് തുടങ്ങാണ്, ഗ്രാൻഡ്പ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു ഹെൽപ്പ് വേണം. അപ്പം ഏത് ലാംഗ്വേജിലാണ് അവൾ പറഞ്ഞത്? ഇൻ സ്പാനിഷ്. ഗ്രാൻഡ് ഫാദറിന് അറിയാവുന്ന ഒരേ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്പാനിഷ്. അപ്പോൾ അവൾ ചോദിച്ചു. ദെൻ അദ്ദേഹം വീണ്ടും സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഗ്രാൻഡ്പ, ഐ ട്രൈഡ് അഗെയിൻ. ഗ്രാൻഡ്പ, ദിസ് ഇയർ ദ പ്രിൻസിപ്പൽ സെഡ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ഫ്രീ. അപ്പോൾ ഈ വർഷം മുതൽ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ ആയിരിക്കില്ല എന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിന് $15, $15 അതിനാവും. സോ ഐ ഹാവ് ടു ടേക്ക് ദാറ്റ് മണി ടുമോറോ ഇറ്റ് സെൽഫ്. നാളെ തന്നെ എനിക്ക് ആ പൈസ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവർ ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് വേറെ ആർക്കെങ്കിലും കൊടുക്കും. ദ ലാസ്റ്റ് വേർഡ്സ് കെയിം ഔട്ട് ഓഫ് എ ഈഗർ റഷ്. അപ്പോൾ അവൾ പെട്ടെന്ന് എങ്ങനെയും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? യെസ്, അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ തൂമ്പയിലൊക്കെ ഒന്ന് അങ്ങനെ താടി ഒന്ന് കൈയൊക്കെ കൊടുത്തിട്ട് എന്ത് പറഞ്ഞു? ഹി ലുക്ക്ഡ് ഔട്ട് ഓവർ ദ ഫീൽഡ് ദാറ്റ് വാസ് ഫിൽഡ് അപ്പ് വിത്ത് ടൈനി ഗ്രീൻ പീൻ പ്ലാന്റ്സ്. ഐ വെയിറ്റഡ് ഡെസ്പറേറ്റ്ലി ഹോപ്പിംഗ് ഹി വുഡ് സേ ഐ കുഡ് ഹാവ് ദ മണി. ഹി ടേൺ ടു മീ ആൻഡ് ആസ്ക്ഡ് ക്വൈറ്റ്ലി. അപ്പോൾ എന്താ, അപ്പോൾ ഇവള് പ്രതീക്ഷിക്കുകയാണ്. ഗ്രാൻഡ് ഫാദർ ഒന്ന് നേരെ നിന്നിട്ട് തോട്ടത്തിലേക്ക് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഇവള് പ്രതീക്ഷിക്കുന്നത് എന്താ, എനിക്ക് പറ്റുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്ലൈ തരും എന്നാണ് നമ്മുടെ മാർത്ത പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. പക്ഷെ എന്ത് ചെയ്തു? ഗ്രാൻഡ്പ എന്താ ചോദിച്ചത്? വാട്ട് ഡസ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് മീൻ? അപ്പോൾ ഗ്രാൻഡ് ഫാദർ ആകെപ്പാടെ ഇത്രേ ചോദിച്ചുള്ളൂ. മാർത്ത ഇത്ര കാര്യമായിട്ട് ഈ ഡയലോഗ്സ് മുഴുവൻ അടിച്ചപ്പോഴും ഗ്രാൻഡ് ഫാദർ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ. എന്താ ചോദിച്ചത്? വാട്ട് ഡസ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് മീൻ? എന്താണ് ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ഐ ആൻസർഡ് ക്വിക്ക്ലി, മേ ബി ദർ വാസ് എ ചാൻസ്. It means you have earned it by having the highest grades for 8 years. That's why they are giving it to you. Too late I recognize the significance of my words. അപ്പോൾ അവൾ വേഗം പറയാണ്, തനിക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേഗം പറയാണ്, 8 വർഷം ഞാൻ കഠിനാധ്വാനം ചെയ്ത് നല്ലോണം പഠിച്ചതിന് എനിക്ക് കിട്ടുന്ന ഒരു റെക്കഗ്നിഷൻ, എനിക്ക് കിട്ടുന്ന ഒരു അവാർഡ് പോലെയാണ് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലായില്ല തൻ്റെ ഈ വാക്കുകൾക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് വില കൊടുക്കേണ്ടി വരും എന്ന് നമ്മുടെ മാർത്തയ്ക്ക് മനസ്സിലായില്ല. ഈ ഡയലോഗിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രാൻഡ്പ knew that I understood it was not a matter of money. അപ്പം തന്നെ ഗ്രാൻഡ്പ എന്ത് മനസ്സിലാക്കി?
മാർത്തയ്ക്ക് മനസ്സിലായി എന്താണ് ഇവിടെ പൈസയല്ല, മണി ഇസ് നോട്ട് ദി പ്രോബ്ലം, മണിയല്ല ഇവിടുത്തെ പ്രശ്നം. പകരം എന്താണ്, ഇറ്റ് വാസന്റ് ദാറ്റ് he went back to hoeing the weeds that sprang up between the delicate little bean plants. അപ്പോൾ അദ്ദേഹം വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങുകയാണ്. ആ പയറിൻ്റെ ആ കൃഷിയുടെ ഇടയിൽ കൂടെ നിന്നിരുന്ന വീഡ്സ് കളകളൊക്കെ പറിച്ചു കളയാൻ തുടങ്ങുകയാണ്. അപ്പോൾ അത് ഭയങ്കര ടൈം കൺസ്യൂം, ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ജോലിയായിരുന്നു. അതല്ലെങ്കിൽ എന്താണ് നമ്മളിതാ സംടൈംസ് എ സ്മോൾ ഷൂട്ട്സ് വെർ റൈറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അത്. അപ്പം വളരെ സൂക്ഷിച്ച് പറിച്ചു കളയണം, അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ നല്ല ചെടികൾ നമ്മളെടുത്ത് പറിച്ചു കളയും. അപ്പം ഭയങ്കരമായിട്ട് ടൈം എടുക്കുന്ന ഒരു ജോലിയായിരുന്നു. അപ്പം ഇതുവരെ നമ്മുടെ ഗ്രാൻഡ് പാ ഒന്നും സംസാരിച്ചില്ല. ഫൈനലി ഇവള് സഹി കെട്ട് ഇവള് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴേക്കും ഗ്രാൻഡ് പാ ഇവരുടെ അടുത്ത് സംസാരിക്കുകയാണ്. ദെൻ ഇഫ് യു പേ ഫോർ ഇറ്റ് മാർത്ത, ഇറ്റ്സ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്, ഇസ് ഇറ്റ്? Tell your principal I will not pay the $15. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാർത്തയ്ക്ക് അന്നേരം അവൾ പറഞ്ഞ ആ ഒരു സെൻറ്റൻസിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് അവൾക്ക് അന്നേരം മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പം മനസ്സിലാവുന്നുണ്ട്. എന്താ ഗ്രാൻഡ് ഫാദറിൻ്റെ റിപ്ലൈ എന്താ? നിനക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ നീ പൈസ കൊടുത്ത് $15 കൊടുത്തിട്ട് അത് വാങ്ങുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതൊരു സ്കോളർഷിപ്പ് ജാക്കറ്റായിട്ട് മാറുക? എങ്ങനെയാ അല്ലേ? ഒരു ഹാർഡ് വർക്ക് നീ ചെയ്ത് എത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയ ഈ സാധനം പൈസ കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ അതിന് ഈ പറഞ്ഞൊരു വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയി പറഞ്ഞോളൂ, ഞാനിത് ഈ പറഞ്ഞ $15 ഞാൻ ഒരിക്കലും തരില്ല. അപ്പം മാർത്ത എന്ത് ചെയ്യാണ്? ഐ വാക്ക് ബാക്ക് ടു ദി ഹൗസ് ആൻഡ് ലോക്ക് ടു മൈസെൽഫ് ഇൻ ദി ബാത്റൂം ഫോർ എ ലോങ് ടൈം. അപ്പം ഭയങ്കര സങ്കടമായി. ഇവിടെ വീട്ടിൽ ചെന്ന് ബാത്റൂമിലൊക്കെ ഇങ്ങനെ ഡോറൊക്കെ അടച്ചിരുന്ന് ഇങ്ങനെ വിഷമിക്കുകയാണ്. അപ്പം ഭയങ്കര വിഷമങ്ങൾ എന്താ ചെയ്യുന്നത്? അവൾക്ക് അവളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നി. അതുപോലെ തന്നെ ഐ വാസ് ആംഗ്രി വിത്ത് ദി ബോർഡ് ഹൂഎവർ ദേ വർ. അവൾക്ക് ആ ബോർഡ് മെമ്പേഴ്സ്, സ്കൂളിൻ്റെ ബോർഡ് മെമ്പേഴ്സിനോട് എല്ലാവരോടും ഭയങ്കര ദേഷ്യമാണ് തോന്നിയത്. പക്ഷെ അവൾക്ക് അറിയാം ഈ പറഞ്ഞതൊക്കെ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും എല്ലാവരുടെ അടുത്തും ഇവക്ക് ദേഷ്യം തോന്നണം. അപ്പോൾ അവൾ ആലോചിക്കണോ, എനിക്ക് കിട്ടേണ്ട സമയം, എനിക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടേണ്ട ടൈം ആയപ്പോൾ തന്നെ ഇവരെന്തിനാണ് ഈ റൂൾസൊക്കെ കൊണ്ടുപോയി മാറ്റിയത്? ദെൻ ദോസ് വർ ദ ഡേയ്സ് ഓഫ് ബിലീവ് ആൻഡ് ഇന്നസെൻസ്. അപ്പോൾ അന്നത്തെ കാലം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യകാലം എന്ന് പറഞ്ഞാൽ അത് ബിലീഫ് നമുക്ക് കിട്ടും, ആ ഒരു ഇന്നസെൻസിനെ ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം എന്നുള്ള രീതിക്കായിരുന്നു സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയിരുന്നത്. ബട്ട് നൗ ഇറ്റ് ഹാസ് ചേഞ്ച്. It was a very sad and withdrawn girl who dragged into the principal's office the next day. This time he did look me in the eyes. അപ്പം ഇപ്രാവശ്യം രണ്ടാമത്തെ ദിവസം അവൾ സ്കൂളിൽ പോയി. അപ്പോൾ അവൾ ഭയങ്കര സാഡാണ്. അവൾ പ്രിൻസിപ്പളുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇപ്രാവശ്യം പ്രിൻസിപ്പൽ ഇവളുടെ കണ്ണിലേക്കൊക്കെ നോക്കുന്നു. എന്നിട്ടോ വാട്ട് ഡിഡ് യുവർ ഗ്രാൻഡ് ഫാദർ സേ? എന്താണ് നിൻ്റെ മുത്തശ്ശൻ പറഞ്ഞത്? ലെറ്റ്സ് ഹിയർ എന്ന് പറയാണ്. എന്താണ് നിൻ്റെ മുത്തശ്ശൻ പറഞ്ഞത് കേൾക്കട്ടെ എന്ന് പറയാണ്. അവൾ വേഗം പോയി ആ ചെയറിൽ പോയിരുന്നിട്ട് പറയാണ്, ഹി സെഡ് ടു ടെൽ യു ഹി വോണ്ട് പേ ദ $15. $15 തരില്ല എന്ന് തന്നെയാണ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുള്ളത്. അപ്പം പ്രിൻസിപ്പലിനെ കുറച്ചുകൂടെ എന്താണ് ഒരു ആകാംക്ഷയായി. ഹി മട്ടേർഡ് സംതിങ് ഐ കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് അണ്ടർ ഹിസ് breath and I walked over to the window and he walked over to the window. അപ്പം അദ്ദേഹം ഇവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, പെറുപെറുക്കുന്നുണ്ട്. പയ്യെ ആ വിൻഡോയുടെ അടുത്തേക്ക് പോയി നിൽക്കുകയാണ്. ഹി സ്റ്റുഡ് ലുക്കിംഗ് അറ്റ് സംവൺ ഔട്ട്സൈഡ്, സംതിങ് ഔട്ട്സൈഡ്. അപ്പോൾ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ആൻഡ് ഹി ലുക്ക്ഡ് ബിഗർ ദാൻ യൂഷ്വൽ വെൻ ഹി സ്റ്റുഡ് അപ്പ്. അപ്പോൾ ഇവർക്ക് തോന്നുകയാണ് ഇവിടെ ഇരിക്കുകയാണ്, അപ്പോൾ ഇയാൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടെ വലിപ്പം ഉണ്ടെന്നായിട്ട് ഇവർക്ക് തോന്നുകയാണ്. ആൻഡ് ഫൈനലി നമ്മുടെ പ്രിൻസിപ്പളിനെ പറ്റിയിട്ട് കുറച്ച് വേർഡ്സ് പറയുന്നുണ്ട്. ഹി വാസ് എ ടോൾ ഗൗണ്ട് മാൻ വിത്ത് ഗ്രേ ഹെയർ. അത്യാവശ്യം ടോളായിട്ടുള്ള വലിയ തടിയൊന്നും ഇല്ലാത്ത ഒരു ഗ്രേ ഹെയറൊക്കെ ചെറുതായിട്ട് പ്രായമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അദ്ദേഹം വീണ്ടും പറയാണ്, വൈ ഹി ഫൈനലി ആസ്ക്ഡ് യുവർ ഗ്രാൻഡ് ഫാദർ ഹാസ് ദി മണി ഹി ഓൺസ് എ 200-acre ranch. ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിൻ്റെ ഗ്രാൻഡ് ഫാദർ തരില്ല എന്ന്. അദ്ദേഹത്തിന് 100-200 ഏക്കർ തോട്ടമൊക്കെ ഉള്ളതാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു $15 തരില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്? അപ്പം എന്താ പറയുന്നത് മാർത്ത? അപ്പോൾ ആ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് അവൾ പറയാണ്, ഐ സ്റ്റുഡ് അപ്പ് ടു ലീവ്. നോക്കിയേ, മൈ ഐസ് വാസ് ഡ്രൈ. ഐ നോ സർ, ബട്ട് ഹി സെഡ് ഇഫ് ഐ ഹാഡ് ടു പേ ഫോർ ഇറ്റ് ദെൻ ഇറ്റ് വുഡൻറ്റ് ബി എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ അവളുടെ അടുത്ത് പറഞ്ഞ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? അവൾ പറയാണ്, ഇത് ഞാൻ പേ ചെയ്ത്, ഞാൻ പൈസ കൊടുത്തിട്ടാണ്, ഈ $15 കൊടുത്തിട്ടാണ് അത് വാങ്ങുന്നതെങ്കിൽ അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ആവില്ല, സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ല. അത് ഞാൻ ഏൺ ചെയ്ത് പൈസ കൊടുത്ത് വാങ്ങിയ ഒരു സാധനം. നമുക്ക് ഷോപ്പിൽ പോയാലും ഈ പറഞ്ഞൊരു ജാക്കറ്റ് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാം. അതുകൊണ്ട് ഇത് നടക്കില്ല എന്ന് പറഞ്ഞാൽ അവൾ തിരിച്ച് എഴുന്നേറ്റ് നടക്കാൻ പോവാണ്. ഐ സ്റ്റുഡ് അപ്പ് ടു ലീവ്. ഐ ഗസ് യു വിൽ ജസ്റ്റ് ഹാവ് ടു ഗിവ് ഇറ്റ് ടു ജോവാൻ. അപ്പോൾ അവളെന്താ പറയുന്നത്? എഴുന്നേറ്റ് നടന്ന് തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും പറയാണ്, നിങ്ങളത് ജോവാൻ തന്നെ കൊടുത്തോളൂ. അവളുടെ സങ്കടം കാരണം അവൾ പറഞ്ഞു പോയതാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? അവൾ അബദ്ധത്തിൽ പറഞ്ഞു പോയതാ.
അവളുടെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല നെക്സ്റ്റ് ജോവാന് കൊടുക്കാനാണ് ഇത് വെച്ചിരിക്കുന്നതെന്നൊന്നും ഇവർക്ക് അറിയാമെന്ന് ആർക്കും അറിയില്ല. ജസ്റ്റ് ബിക്കോസ് ഷീ ഓവർ ഹിയർഡ്, ഈ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ ഒരു കാര്യം അറിയാവുന്നത്. പക്ഷെ അത് സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറഞ്ഞ പോലെ അവളുടെ വായിൽ നിന്ന് അങ്ങ് വീണു പോയതാണ്. I was almost at the door when he stopped me. Martha, wait. അപ്പോൾ അവൾ വേഗം തിരിച്ചു പോവാണ്. പക്ഷെ ഡോറിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും നമ്മുടെ പ്രിൻസിപ്പൽ അവളെ വിളിക്കുകയാണ്. എന്നിട്ട് എന്ത് പറഞ്ഞു? I turned and looked at him waiting. What did he want now? അപ്പോൾ ഇവൾ തിരിഞ്ഞു നോക്കൂ, ഇനി ഇയാൾക്ക് എന്ത് വേണം? ഞാൻ എല്ലാം പറഞ്ഞു നിർത്തിയതല്ലേ, ഇനി എന്താണ് ഇയാൾക്ക് വേണ്ടത് എന്ന് പറയുകയാണ്. അവളുടെ ഹൃദയമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. അത്രയും ഒരു ആഗ്രഹിച്ച് എക്സ്പെക്ട് ചെയ്തിരുന്നൊരു സാധനമാണ് അവൾക്ക് കിട്ടാതെ പോകുന്നത്. അതിനെ പറ്റിയിട്ടുള്ളൊരു കോൺവെർസേഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവള് വിചാരിച്ചു, ഇനിയിപ്പോൾ ഈ സാറ് വന്നിട്ട് എനിക്ക് സാരല്ല മോളെ, നിങ്ങൾ സാരല്ല അങ്ങനെയാണെന്ന് ഇവളുടെ അടുത്ത് വന്ന് ഒരു സിമ്പതി കാണിക്കാൻ പോവുകയാണെന്നാണ് ഇവൾ വിചാരിച്ചത്. ഐ സൈഡ് ലൗഡ്ലി ആൻഡ് വെൻ ബാക്ക് ടു ദി ഡെസ്ക്. അപ്പോൾ അവളൊരു ദീർഘശ്വാസമൊക്കെ എടുത്തിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഡെസ്കിൻ്റെ അടുത്തേക്ക് പോവാണ്. ഐ കുഡ് ഹാർഡ് He watched me biting his lip. Okay, we'll make an exception in your case. I'll tell the board you will get your jacket. Okay, അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ ഇവളുടെ അടുത്ത് പറയുകയാണ്. എന്താ പറയുന്നത്? അപ്പം ഈ പ്രാവശ്യം നിനക്ക് വേണ്ടി നമ്മളൊരു എക്സെപ്ഷൻ ചെയ്തു തരാം. ഈ പ്രാവശ്യം നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിലായിരിക്കും നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുക എന്ന് നമ്മുടെ പ്രിൻസിപ്പൽ ഇവളുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ എന്തായിരിക്കും മാർത്തയുടെ എക്സ്പ്രഷൻ? ഷീൽ ബി ഹാപ്പി അല്ലേ, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ അവൾക്ക് അവളുടെ കേൾക്കുന്നൊന്നും അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ ഭയം പറയണം, ഓക്കെ താങ്ക് യു സർ. സഡൻലി ഐ ഫെൽറ്റ് ഗ്രേറ്റ്. ഐ ഡിഡ്ന്റ് നോ about adrenaline in those days, but I knew something was pumping through me, making me feel as tall as the sky. അവൾക്ക് സന്തോഷം കാരണം ഷീ ഈസ് വെരി എക്സൈറ്റഡ്. അപ്പോൾ അവൾക്ക് തോന്നുന്നു അഡ്രിനാലിൻ ആ ഒരു ഹോർമോൺ തന്നിലേക്ക് ഭയങ്കരമായിട്ട് പമ്പ് ചെയ്യപ്പെടുകയാണ്. അല്ല, നമ്മൾ ഒന്നെങ്കിൽ ഭയങ്കര പേടിച്ചിരിക്കുക, അല്ലെങ്കിൽ എക്സ്ട്രീം ഹാപ്പിനെസ് ഒക്കെ വരുമ്പോഴാണ് ഈ പറഞ്ഞ അഡ്രിനാലിൻ റഷൊക്കെ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഫീൽ, ആ ഒരു റഷ്, അവളുടെ ഒരു ബോഡിയിൽ വരുന്ന ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ ആ ഒരു ചേഞ്ച് അവൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവൾക്ക് എന്താ തോന്നുന്നത്? I wanted to yell, jump, run the mile, do something. അപ്പോൾ അവൾക്ക് ചാടണം, ഓടി ചാടണം എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. I ran out so I could cry in the hall where there was no one to see me. അപ്പോൾ എന്താ, അവൾ വേഗം പുറത്തോട്ട് ഇറങ്ങി ഹാളിലേക്ക് പോവാണ്. അവിടെ ചെന്ന് അവൾക്ക് കരയോ ചിരിക്കുകയോ എന്താണെന്ന് വെച്ച് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് അവൾ വേഗം ഓടി പോവാണ്. At the end of the day, അപ്പോൾ ആ ദിവസം കഴിയാനായി, സ്കൂളിൽ നിന്ന് പോകാനായി, Mr. Skimmett winked at me and said, I hear you are getting the scholarship jacket this year. അപ്പം ഈ ദിവസം അവസാനിക്കാതെ ഇവൾ വീട്ടിൽ പോകാനാക്കി ആയപ്പോഴേക്കും മിസ്റ്റർ സ്കിമ്മിഡ് ഇവളുടെ അടുത്ത് വന്നിട്ട് ഇവളെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിങ്ക് ചെയ്ത് കണ്ണൊക്കെ ഒന്ന് അടച്ച് കാണിക്കുകയാണ്. നിനക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാൻ പോവാന്നൊക്കെ ഞാൻ കേട്ടല്ലോ എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് മറുപടിയായിട്ട് നമ്മുടെ മാർത്ത അദ്ദേഹത്തിന് കൊടുക്കുന്നത് ഒരു ഹഗ് മാത്രമാണ്. വേഗം പോയി അദ്ദേഹത്തെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഹഗ് ചെയ്തിട്ട് ഇവൾ തിരിച്ച് അവളുടെ ബസ്സിലേക്ക് ഓടി വരികയാണ്. ഐ ക്രൈഡ് ഓൺ ദി വാക്ക് ഹോം അഗെയിൻ ബട്ട് ദിസ് ടൈം ബിക്കോസ് ഐ വാസ് സോ ഹാപ്പി. അപ്പം ഇപ്രാവശ്യം തിരിച്ചു പോരുമ്പോഴും ഇവളിത് കരഞ്ഞോണ്ടാണ് പോരുന്നത്. പക്ഷെ ഇപ്രാവശ്യം സാഡായിട്ടാണോ, സങ്കടപ്പെട്ടിട്ടാണോ? അല്ല, ഇപ്രാവശ്യം അതെന്താണ്, ഒരു ആനന്ദ കണ്ണീരാണ്. അപ്പോൾ അവൾ എന്ത് ചെയ്തു? വേഗം ആദ്യം തന്നെ ആരുടെ അടുത്തായിരിക്കും പോയിട്ടുണ്ടാവുക? ഗ്രാൻഡ് പേരുടെ അടുത്ത് അല്ലേ? ഗ്രാൻഡ് പേരുടെ അടുത്ത് ഓടിച്ചെല്ലാണ്. I joined him in the row where he was working, and without saying anything, I crouched down and started pulling up the weeds with my hands. അപ്പോൾ വേഗം ചെന്ന് ഗ്രാൻഡ് പ ചെയ്തുകൊണ്ടിരുന്ന വർക്കിൽ ഇവൾ ജോയിൻ ചെയ്യണം. അവളും പോയി കുനിഞ്ഞിരുന്ന് അവിടുത്തെ കളയൊക്കെ പറിച്ചു കളയാൻ ഹെൽപ്പ് ചെയ്യാണ്. കുറച്ച് നേരം ഇവർ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്യാണ്. ആഫ്റ്റർ ഐ ഹാഡ് എ ലിറ്റിൽ പൈൽ ഓഫ് വീഡ്സ് ബിറ്റ്വീൻ ദി റോസ് ഐ സ്റ്റുഡ് അപ്പ് ആൻഡ് ഫേസ്ഡ് ഹിം. കുറേ കളയൊക്കെ പറിച്ചിട്ട് ഇവള് എന്നിട്ട് ഇന്ന് ഗ്രാൻഡ് പേരുടെ അടുത്ത് പറയാണ്, ദി പ്രിൻസിപ്പൽ സെഡ് ഹി ഈസ് മേക്കിംഗ് എൻ എക്സെപ്ഷൻ ഫോർ മീ ഗ്രാൻഡ് പാ. ഐ എം ഗെറ്റിംഗ് ദി ജാക്കറ്റ് ആഫ്റ്റർ ഓൾ. ദാറ്റ്സ് ആഫ്റ്റർ ഐ ടോൾഡ് ഹിം വാട്ട് യു സെഡ്. അപ്പോൾ പറയാണ്, അവളുടെ ആ സന്തോഷം പറയാണ്. പ്രിൻസിപ്പൽ ഓക്കെ പറഞ്ഞു, ഇപ്രാവശ്യം എനിക്കും കൂടി അത് ഫ്രീ ആയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾ പറഞ്ഞു തന്നത് ഞാൻ അതുപോലെ അവിടെ പോയി പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഗ്രാൻഡ് പ എന്ത് പറഞ്ഞു? ഹി ഡിഡ്ന്റ് സേ എനിത്തിങ്. ഗ്രാൻഡ് പയ്ക്ക് സന്തോഷമൊക്കെ, പക്ഷേ അദ്ദേഹം ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. ഹി ജസ്റ്റ് ഗേവ് മി എ പാറ്റ് ഓൺ ദി ഷോൾഡർ ആൻഡ് സ്മൈൽ. ഒന്ന് സംസാരിച്ചോ, ജസ്റ്റ് അവളുടെ തോളിലൊന്ന് തട്ടി ഒരു സ്മൈലും കൊടുത്തു. അത്ര മാത്രമേ അദ്ദേഹം ഒരു റിപ്ലൈ ആയിട്ട് അവിടെ ചെയ്തിട്ടുള്ളൂ. Then he pulled out the crumpled red handkerchief that he always carried in his back pocket and wiped the sweat off his forehead. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ബാക്ക് പോക്കറ്റിൽ എപ്പോഴും ഉള്ള ആ ഒരു ഹാൻകർച്ചീഫ് എടുത്തിട്ട്, ഭയങ്കര ചുളുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു ഹാൻകർച്ചീഫാണ്, അതെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്ന സ്വെറ്റൊക്കെ, വേർപ്പൊക്കെ തുടച്ച് കളഞ്ഞു. ബെറ്റർ ഗോ സി ഇഫ് യുവർ ഗ്രാൻഡ് മദർ നീഡ്സ് എനി ഹെൽപ്പ് വിത്ത് സമ്മർ. നീ വേഗം ചെല്ല്, അവിടെ ഗ്രാൻഡ് മദർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവിടെ വൈകുന്നേരത്തെ ഫുഡിന് വേണ്ട എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ നീ ചെന്ന് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞിട്ട് മാർത്തേനെ നമ്മുടെ ഗ്രാൻഡ് ഫാദർ തിരിച്ച് വീട്ടിലേക്ക് വിടുകയാണ്.
I gave him a big grin and he didn't fool me. I skipped and ran back to the house whistling some silly tune. അപ്പോൾ അവൾ വേഗം ഗ്രാൻഡ് ഫാദറിനെ നോക്കിയിട്ടൊന്ന് ചിരിക്കുകയൊക്കെ ചെയ്തിട്ട് അവൾ വേഗം ഭയങ്കര ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് നല്ല വിസിലൊക്കെ അടിച്ച് ഭയങ്കര സന്തോഷത്തിൽ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി. വളരെ നൈസായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോ ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പം മാർത്ത സെലിനാസ് എഴുതിയിട്ടിരിക്കുന്ന ആളുടെ തന്നെ സ്റ്റോറിയാണ്. അവരുടെ സ്കൂളിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് അതിനെയാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. അപ്പം യു ഷുഡ് ബി ഫാമിലിയർ വിത്ത് ദി ക്യാരക്ടർ ഓഫ് മാത്ത. മാത്തയുടെ ആ സ്കൂളിൽ നടക്കുന്ന ഒരു ട്രഡിഷൻ, ഈ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ പ്രത്യേകതകൾ. യു ഷുഡ് ബി ഫാമിലിയർ വിത്ത് ഓൾ ദീസ് തിങ്സ്. ദെൻ യു ഷുഡ് ബി ഫാമിലിയർ വിത്ത് ദി ക്യാരക്ടർ ഓഫ് ഗ്രാൻഡ് ഫാദർ, പ്രിൻസിപ്പൽ, ദർ ടീച്ചേഴ്സ് മിസ്റ്റർ സ്കിമ്മിറ്റ് ആൻഡ് മിസ്റ്റർ പോൺ. ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ദ പോസിബിൾ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ ക്യാൻ ബി, മാർത്ത തൻ്റെ സന്തോഷം, ഈ ജാക്കറ്റ് കിട്ടാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷം, ഷി ക്യാൻ ജസ്റ്റ് ഇൻഫോം ഹെർ ഫ്രണ്ട്, ആ ഫ്രണ്ടിനെ അറിയിക്കാം അല്ലെങ്കിൽ പേരൻസിനെ അറിയിക്കാം. അപ്പോൾ അതിനൊരു ഇൻഫോർമൽ ലെറ്റർ യു ക്യാൻ ജസ്റ്റ് മേക്ക്, അത് വരാം. അതല്ലെങ്കിൽ ഇവർക്ക് കിട്ടില്ല, സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടില്ല എന്ന് അറിഞ്ഞ ദിവസം അവൾ എഴുതിയിട്ടുള്ള ഒരു ഡയറി, ഒരു ലൈക്ലി ഡയറി ആയിരിക്കാം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. അപ്പം എനിവേസ് ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് ദി സ്റ്റോറി, നിങ്ങൾ സ്റ്റോറി ആയിട്ട് ഫെമിലിയർ ആണെങ്കിൽ ഇറ്റ് ഈസ് ഈസി ഫോർ യു ടു റൈറ്റ് ഓൾ ദീസ് തിങ്സ്. അപ്പം ജസ്റ്റ് ബി ഫെമിലിയർ ആൻഡ് ബി വെരി കണക്റ്റഡ് ടു ദി സ്റ്റോറി, ദെൻ യു വിൽ ബി ഏബിൾ ടു ഡീൽ വിത്ത് യുവർ എക്സാംസ് വെരി ഈസിലി. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. ഇറ്റ്സ് എ പോം ആൻഡ് അതിൻ്റെ ടൈറ്റിൽ തന്നെ പോയട്രി എന്നാണ്. അപ്പോൾ ഇറ്റ്സ് റിട്ടൺ ബൈ പാബ്ലോ നെറൂദ. അദ്ദേഹം ഫേമസ്ലായിട്ട് അറിയപ്പെടുന്നത് പാബ്ലോ നെറൂദ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ തന്നെയാണ്. ഹീസ് എ ചിലിയൻ പോയിറ്റ്, ഒരു ചിലിയൻ പോയിറ്റാണ്. ഹീസ് ഓൾസോ എ ഡിപ്ലോമാറ്റ് ആൻഡ് എ പൊളിറ്റീഷ്യൻ. Then he wrote in variety of styles and his works include surrealist poems, historical epics, political manifestos and a prose autobiography. അപ്പോൾ അദ്ദേഹത്തെ പറ്റി നമുക്ക് ജസ്റ്റ് ഓർത്തിരിക്കാനുള്ള കാര്യം പാബ്ലോ നെറൂദയാണ് പോയട്രി എന്ന് പറഞ്ഞ ഒരു പോം എഴുതിയിട്ടുള്ളത്. ആൻഡ് ഹീസ് എ ചിലിയൻ പോയറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോയത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പം ഒബ്വിയസ്ലി ഫ്രം ദി ടൈറ്റിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ദിസ് ഈസ് എൻറ്റയർലി അബൌട്ട് പോയം അല്ലെങ്കിൽ പോയട്രി. പോയട്രീനെ പറ്റിയിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോറിയിൽ ഫുള്ള്, ഈ ഒരു പോയത്തിൽ ഫുള്ള് എല്ലാ സ്റ്റാൻസാസിലും പറഞ്ഞു പോകുന്നത്. അപ്പം പോയട്രി നമ്മുടെ പാബ്ലോ നെറൂദയ്ക്ക് എങ്ങനെയായിരുന്നു പോയട്രി, ഹൗ ഡിഡ് ഹി ഗെറ്റ് ദാറ്റ് പോയറ്റിക് ഇൻസ്പിറേഷൻ, കവിതകൾ എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോയംസ് മേക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് എങ്ങനെയാണ് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു എൻറ്റയർ പോയത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റാൻസ് എടുക്കുമ്പം ഇതിൽ നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ വിൽ ബി ഡെഫിനറ്റ്ലി ബി ഏബിൾ ടു അച്ചീവ് ദാറ്റ് അല്ലേ. നമ്മൾ ഭയങ്കരമായിട്ടിരിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലൊരു കാര്യമാണ് ഇവിടെ നമ്മുടെ പാബ്ലോ നെറൂദ, നമ്മുടെ പോയറ്റിന് ഫീൽ ചെയ്യുന്നത്. എന്താണ്? ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് തേടി പോകാറുണ്ട്. ദാറ്റ് ഈസ് ഒബ്വിയസ്, നമ്മൾ ചെയ്യാറുള്ള കാര്യം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞു പോയി കണ്ടുപിടിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്, നമുക്ക് ആവശ്യത്തിനുള്ള പാറ്റേൺ, ആവശ്യത്തിനുള്ള ഡ്രസ്സ് നമ്മൾ പല ഷോപ്സിൽ കയറി ഇറങ്ങിയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ അങ്ങോട്ട് തെരഞ്ഞു പോകാറുണ്ട്. പക്ഷെ ഇവിടെ കാര്യം ഡിഫറെൻ്റ് ആണ്. എന്താ ഡിഫറെൻറ്റ്? ആൻഡ് ഇറ്റ് വാസ് ദാറ്റ് ഏജ്, ഞാൻ ആ ഒരു സമയത്തായിരുന്നപ്പോൾ പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. എനിക്കിഷ്ടമുണ്ടായിരുന്ന പോയട്രി എന്നെ തിരഞ്ഞ് ഞാൻ അങ്ങോട്ട് പോവല്ല ചെയ്തത്, പകരം എന്ത് ചെയ്യുക ചെയ്തത്? എന്നെ തിരഞ്ഞ് ഇങ്ങോട്ട് വരിക ചെയ്തത്. ഐ ഡോണ്ട് നോ വേർ ഇറ്റ് കെയിം ഫ്രം വിൻറ്റർ ഓർ എ റിവർ. എനിക്കറിയില്ല അത് എവിടുന്നാ വന്നതെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് സംഹൗ ഐ ഗോട്ട് ദാറ്റ്. അപ്പോൾ പോയട്രി എൻ്റെ അടുത്തേക്ക് വന്നു, പക്ഷേ എനിക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ ഇല്ല എവിടെ നിന്നാണ് ഇത് വന്നതെന്നിട്ടുള്ളത്. ഫ്രം വിൻറ്റർ ഓർ ഫ്രം എ റിവർ, ഒരു നദിയിൽ നിന്നാണോ അല്ലെങ്കിൽ ഒരു വേറൊരു സീസണിൽ നിന്നാണോ, വിൻറ്ററിൽ നിന്നാണോ ഈ പോയട്രി വന്നത്? അറിയില്ല, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ഓർ വെൻ, എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ എപ്പോഴാണോ ഈ പോയട്രി എൻ്റെ അടുത്തേക്ക് വന്നത് എന്നുള്ള കാര്യം എനിക്കിപ്പോഴും അറിയില്ല. No, there were not voices, there were not words nor silence. അതെന്തൊക്കെയോ ആൾക്കാർ പറഞ്ഞു കേട്ട വേർഡ്സ് ആയിരുന്നോ? അറിയില്ല, അതും എനിക്കറിയില്ല. നോട്ട് വോയിസസ്, there were not words nor silence. ആൾക്കാർ പറഞ്ഞ വേർഡ്സ് ആണോ അതല്ലെങ്കിൽ ഒരു നിശബ്ദതയിൽ നിന്നാണോ എൻ്റെ അടുത്തേക്ക് പോയട്രി വന്നത്? ഐ എം നോട്ട് ഷുവർ, എനിക്ക് അതിനെ പറ്റിയിട്ടും വലിയൊരു ഐഡിയ ഇല്ല. ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ വാസ് സമ്മൺഡ് ഫ്രം ദി ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് abruptly from the others. പക്ഷെ എങ്ങനെയാണെങ്കിലും സംഹൗ പോയട്രി റീച്ച്ഡ് മീ. ഞാൻ ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോഴാണോ അതോ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണോ പോയട്രി എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഏബിൾ ടു ആൻസർ. പക്ഷേ
somehow I was summoned. എന്നെ ആരോ വിളിച്ചിട്ടുണ്ട്. അപ്പം ഒരു കാര്യം മാത്രം അദ്ദേഹത്തിന് ഇപ്പോൾ ഷുവറായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്താ ആ കാര്യം? പോയട്രി വരുന്നതിന് മുന്നേ ഐ വാസ് നോട്ട് ഹാവിങ് എ ഫേസ്. എനിക്ക് എക്സാക്റ്റ് ആയിട്ട് ഒരു മുഖമൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നില്ല. ഇറ്റ് ഈസ് ആഫ്റ്റർ ദി കമ്മിങ് ഓഫ് ദിസ് പോയട്രി എന്നിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് എന്തുണ്ടായത്, എനിക്ക് ഞാനൊരു ശരിക്കും ഒരു ഐഡൻറ്റിറ്റി ഉള്ളൊരു മാനായിട്ട് മാറിയത്, എനിക്കൊരു ഫേസ് കിട്ടിയത് പോയട്രി എന്നിലേക്ക് വന്നതിന് ശേഷമാണ്. ഞാൻ കുറച്ചും കൂടെ പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയതും പോയട്രി എന്നിലേക്ക് വന്നതിന് ശേഷമാണ്. സോ ദാറ്റ് ഈസ് ദിസ് സ്റ്റാൻസ ഓൾ അബൌട്ട്. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് സ്റ്റാൻസ. Yeah. Among violent fires or returning alone, that I was without a face and it touched me. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ കാര്യമാണ്. എവിടെ നിന്നാണ് ഭയങ്കരമായിട്ടുള്ളൊരു പോയറ്റിക് ഇൻസ്പിറേഷൻ എവിടെ നിന്നാണോ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണോ അതോ ഞാൻ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോഴാണോ ഇതെല്ലാം എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് ഐ എം നോട്ട് ഷുവർ. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് ക്ലിയർ ആണ്. എന്താണത്? എനിക്കൊരു ഫേസ് കിട്ടിയത്, എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായത് പോയട്രിയിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ്. I didn't know what to say. My mouth had no way with names. My eyes were blind. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസിൽ നമ്മൾ കാണുന്നത് പോയട്രി ഇദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റേജാണ്. ഇനി ഇതാ പോയട്രി ഇദ്ദേഹത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സിറ്റുവേഷൻ? അദ്ദേഹം പറയാണ്, I didn't know what to say. My mouth had no way. എനിക്ക് എന്താണ് പറയേണ്ടത് എന്ന് അറിയില്ല. ഞാനൊരു പോയറ്റ് ആയതിനു ശേഷം, അല്ലെങ്കിൽ ആ ഒരു പോയറ്റിക് ഇൻസ്പിറേഷൻ, കവിത എഴുതാനുള്ള ഒരു പ്രചോദനം എന്നിലേക്ക് വന്നപ്പോഴേക്കും എനിക്കറിയില്ല എന്താണ് പറയേണ്ടതെന്ന്. വിത്ത് നെയിംസ്, എനിക്ക് എന്ത് പറയണം, ആരുടെ പേര് പറയണം, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് എനിക്കൊരു ഐഡിയയുമില്ല. മൈ ഐസ് വെർ ബ്ലൈൻഡ്. അപ്പം എനിക്ക് എൻ്റെ കണ്ണുകൾ കാണുന്നില്ല, അതുപോലെ തന്നെ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആഫ്റ്റർ ദി കമ്മിങ് ഓഫ് പോയട്രി. അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് അദ്ദേഹത്തിന് പോയട്രിയുടെ അറൈവലോടുകൂടി സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ, ഫീവർ ഓർ അൺഫോർഗറ്റൻ വിങ്സ്. എന്തോ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. എന്തോ പനി പിടിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺഫോർഗറ്റൻ വിങ്സ്, എവിടുന്നൊക്കെയോ മറന്നു പോയപ്പെട്ട കുറച്ച് ചിറകുകൾ എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ ആത്മാവിനും അദ്ദേഹത്തിനും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ആൻഡ് ഐ മെയ്ഡ് മൈ ഓൺ വേ ഡെസിഫറിങ് ദാറ്റ് ഫയർ. എന്ത് സംഭവിച്ചു? അപ്പം ഞാൻ എനിക്ക് ഇത്രയും മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? പയ്യെ ഞാൻ എൻ്റേതായ ഒരു വഴി ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഡെസിഫറിങ് ടു അക്സെപ്റ്റ് ദാറ്റ് ഫയർ. എന്നിലേക്ക് വന്ന ആ ഒരു പോയറ്റിക് ഇൻസ്പിറേഷൻ, ആ ഒരു പാഷനെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. And I wrote the first faint line, faint, without substance, pure nonsense. അപ്പോൾ ആദ്യമായിട്ട് പോയറ്റ് എഴുതാൻ പോവുകയാണ്. ആദ്യത്തെ അദ്ദേഹം ലൈൻസ് എഴുതി, തൻ്റെ ആദ്യത്തെ കവിതകൾ അദ്ദേഹം എഴുതാണ്. പക്ഷെ അതിനെപ്പറ്റി പറയുന്നത് എന്താ പറയുന്നത്? there were faint lines. ഭയങ്കര ഫെയിൻ്റ് ആയിട്ടുള്ള മങ്ങിയ ലൈൻസ് ആയിരുന്നു. കാരണം ആദ്യമായിട്ട് കവിത എഴുതാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്. ഐ റോട്ട് നോൺസെൻസസ്. ഞാൻ ഭയങ്കര നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ബിക്കോസ് ഞാനൊരു സ്റ്റാർട്ടറാണ്, ഞാനൊരു ബിഗിനറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വെറും മണ്ടത്തരങ്ങൾ, നോൺസെൻസ് തന്നെയാണ് എൻ്റെ ആദ്യത്തെ ലൈൻസിൽ ഫുള്ളായിട്ട് എഴുതിയിട്ടുള്ളത്. ഐ റോട്ട് മൈ ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻ, ഫെയിൻറ്റ് വിതൗട്ട് സബ്സ്റ്റൻസ്. അതിലൊരു കാര്യം ഉണ്ടായിരുന്നില്ല, ഒരു കഥയില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ആദ്യ ലൈൻസിൽ കുറിച്ച് വെക്കുന്നത്. പ്യോർ നോൺസെൻസ്, പ്യോർ ആയിട്ടുള്ള വിഡിത്തങ്ങളാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. പ്യോർ വിസ്ഡം ഓഫ് സമ്മൺ ഹു നോസ് നത്തിങ്. ഒന്നും അറിയത്തില്ലാത്ത ഒരാളുടെ ബോധം. അത്രമാത്രമേ എൻ്റെ ആദ്യത്തെ വരികളെ പറ്റിയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. ആൻഡ് സഡൻലി ഐ സോ ദ ഹെവൻസ് അൺഫാസ്റ്റൻഡ് ആൻഡ് ഓപ്പൺ. അപ്പോൾ ഈ കവിത, പോയട്രി, ആ ഒരു പോയറ്റിക് ഇൻസ്പിറേഷൻ തൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോഴേക്കും അദ്ദേഹം എന്തൊക്കെ കണ്ടു? ഹെവൻസ്, വളരെ വൈഡായിട്ടുള്ള, വളരെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്വർഗം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹെവൻ, ഒരുപാട് ഹെവൻസ് അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. പ്ലാനറ്റ്സ്, palpitating plantations, shadow perforated, riddled with arrows. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? ഹെവൻ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റേഷൻസ്, തോട്ടങ്ങൾ, ഒരുപാട് തോട്ടങ്ങൾ, അത്രയും വൈഡായിട്ട് ബ്രോഡായിട്ട് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. ഹി ഈസ് ഏബിൾ ടു സീ പ്ലാനറ്റ്സ്, ഗ്രഹങ്ങൾ, സ്പേസ്, എല്ലാ കാര്യങ്ങളും ഹി ഈസ് ഏബിൾ ടു സീ. വിത്ത് ആരോസ്, ഫയർ ആൻഡ് ഫ്ലവേഴ്സ്, വിത്ത് വൈൻഡിങ് നൈറ്റ്, ദി യൂണിവേഴ്സ്. അപ്പം പോയട്രി തന്നിലേക്ക്, പോയറ്റിക് ഇൻസ്പിറേഷൻ തന്നിലേക്ക് വന്നപ്പോഴേക്കും ഹി ക്യാൻ സീ എവ്രിതിങ്, the entire universe. He can see the stars, he can see the space, he can view the planets, he can see the
പ്ലാന്റേഷൻസ്, എവറിത്തിങ് ഇമാജിനേറ്റീവ് ആസ് വെൽ ആസ് ദി അതർ തിങ്സ്. അത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന് പോയട്രിയുടെ ആ ഒരു ഇൻസ്പിറേഷൻ തന്നിലേക്ക് വന്നപ്പോഴേക്കും ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ കാണാറുണ്ടല്ലേ ചില കവിതകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വിൽ ബി ലൈക്ക് എന്തൊരു അബ്സേർഡാണ്, ഇതൊന്നും നമുക്ക് പിടികിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് പോകും. അപ്പം ഇതിൻ്റെയൊക്കെ കാരണം ദാറ്റ് പോയറ്റിക് ഇൻസ്പിറേഷൻ ദാറ്റ് ഈസ് ലീഡിങ് ദാറ്റ് പോയിറ്റ്. ആ പോയിറ്റിൻ്റെ ഉള്ളിലുള്ള അദ്ദേഹം വിചാരിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങളെ പറ്റി എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് ഇറ്റ് ഈസ് ദാറ്റ് പാഷൻ, ഇറ്റ് ഈസ് ദാറ്റ് ഫയർ ഇൻ ഹിസ് സോൾ. അപ്പം അതാണ് ഇവിടെ നമ്മുടെ പോയറ്റിനും കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഐ ഇൻഫിനിറ്റ്മലി സ്മോൾ ഡ്രങ്ക് വിത്ത് ഗ്രേറ്റ് സ്റ്റാറി വോയിഡ്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്, ഇത്രയും വലിയൊരു യൂണിവേഴ്സിൽ ഞാനെന്ന് പറയുന്ന ആൾ വളരെ സ്മോളാണ്, അത്രയും ചെറിയൊരു ആളാണ്, അത്രയും ചെറിയൊരു ബീങ് ആണ് ഞാനെന്ന് പറയുന്നത്. ആൻഡ് ഡ്രങ്ക് വിത്ത് ഗ്രേറ്റ് സ്റ്റാറി വോയിഡ്. അപ്പോൾ അദ്ദേഹം ഹി ഫീൽസ് ലൈക്ക് ഹി ഈസ് ലോസ്റ്റ് ഇൻ ദ സ്റ്റാറി വേൾഡ്. അത്രയും ആ നക്ഷത്ര കൂട്ടങ്ങളുടെ ഇടയിൽ ഹി ഈസ് ഗെറ്റിംഗ് ഇമ്മേഴ്സ്ഡ്, അവിടെ ഇമ്മേഴ്സ്ഡ് ആയതുപോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. ലൈക്ക് ദിസ് ഇമേജ് ഓഫ് മിസ്റ്ററി ഫെൽറ്റ് മൈ സെൽഫ് എ പ്യോർ പാർട്ട് ഓഫ് ദി ആബിസ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് ഞാൻ ഈ പറഞ്ഞ യൂണിവേഴ്സിൻ്റെയും ഈ സ്റ്റാറി നൈറ്റ്സ്, സ്റ്റാറി അല്ലെങ്കിൽ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചർ, യൂണിവേഴ്സ്, സ്പേസ്, ഇതിൻ്റെ എല്ലാം ഭാഗമാണ് ഞാനെന്ന് നമ്മുടെ പോയറ്റിന് തോന്നി തുടങ്ങുകയാണ്. എൻ്റെ ലോകത്തിൽ എനിക്കറിയാവുന്നതും അറിയത്തില്ലാത്തതുമായ കാര്യങ്ങളുടെ ഒക്കെ ഭാഗമാണ് ഞാനെന്നൊരു ഫീലിംഗ് അദ്ദേഹത്തിന് തൻ്റെ പോയറ്റിക് ഇൻസ്പിറേഷനിലൂടെ കിട്ടുകയാണ്. ആൻഡ് ഫെൽറ്റ് മൈസെൽഫ് എ പ്യോർ പാർട്ട് ഓഫ് ദി ആബിസ്, നമ്മുടെ ലോകത്തിന് അടിയിലുള്ള ആബിസ്, പാതാളത്തിലെ വരെ പാർട്സ്, അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്, എല്ലാത്തിൻ്റെയും ഭാഗമാണ് ഞാനെന്ന ഒരു തോട്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഐ വീൽഡ് വിത്ത് ദി സ്റ്റാർസ് മൈ ഹാർട്ട് ബ്രോക്ക് ലൂസ് ഓൺ ദ വിൻഡ്. അപ്പം നക്ഷത്രങ്ങളുടെ രഥത്തിലേറി, നക്ഷത്രങ്ങളാകുന്ന ചക്രങ്ങളിലേറിയിട്ട് അദ്ദേഹം സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. അത്രയും ഇമ്മെൻസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിലേക്ക് അദ്ദേഹം സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആ ഒരു കാറ്റിൻ്റെ ഓളത്തിനനുസരിച്ച് നമ്മുടെ പോയറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് തൻ്റെ ജേണി. അപ്പം സ്റ്റാർട്ടിങ് ഫ്രം ദിസ് പോയിന്റ്, അപ്പം അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ കിട്ടി, അദ്ദേഹത്തിന് ഇത്തരം ഫീലിങ്സ് ഒക്കെയാണ് അതിൽ നിന്ന് തനിക്ക് കിട്ടുന്നത്. ഇതിൽ നിന്നൊക്കെ അദ്ദേഹം ഒരു ഇൻസ്പിറേഷൻ തനിക്ക് കിട്ടിയ ആ ഒരു ഫയർ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഹി സ്റ്റാർട്ടിങ് ഹിസ് കരിയർ. അപ്പം അതുകൊണ്ട് തന്നെയാണ് അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സോളുള്ള ഒരു പോയറ്റായിട്ട് അദ്ദേഹം മാറുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഇത് എവിടെ നിന്ന് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എന്താണ് തനിക്ക് വന്ന മാറ്റം എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോയറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ആൻസർ. അദ്ദേഹത്തിന് അറിയില്ല, പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് തനിക്ക് സംഭവിച്ചത്. നൗ ഹി ഹസ് ഗോട്ട് ദാറ്റ് ഇൻസ്പിറേഷൻ, പോയറ്റിക് ഇൻസ്പിറേഷൻ, ആൻഡ് നൗ ദാറ്റ് ഈസ് വൈ ഹി ഈസ് ഏബിൾ ടു മേക്ക് ഗുഡ് പീസ് ഓഫ് വർക്ക്സ്. അദ്ദേഹത്തിന് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ല പോംസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് തൻ്റെ തീംസ്, തൻ്റെ കണ്ടൻസ് ഇത്രയും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ റീഡേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാൻ സാധിക്കുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് പോയറ്റിക് ഇൻസ്പിറേഷൻ. ഓക്കെ, അപ്പം ഈ ഒരു പോം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു പോമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു തീം മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദിസ് എൻറ്റയർ പോം ഇസ് അബൌട്ട്. 3 സ്റ്റാൻസാസ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് എൻ ഈസി വൺ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഇൻ ദിസ് യൂണിറ്റ്, അതായത് നമ്മുടെ ഒരു 1 act പ്ലേ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇറ്റ്സ് ടൈറ്റിൽ ഇസ് ദ നെവർ നെവർ നെസ്റ്റ്. അപ്പം ഈ ഒരു നെവർ നെവർ നെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീട്, നമ്മുടെ ഒരു ഹോം എന്നുള്ളതാണ്. നെവർ 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 നെസ്റ്റ്, 2 നെവർ ആൻഡ് നെസ്റ്റ്, ഒരു ലിറ്ററേഷൻ ഫോം അല്ലേ, എൻ. അപ്പം ഇവിടെ നെവർ നെവർ 2 നെവർ വരുന്നുണ്ട്. അപ്പം അത്രയും ഒരു നെഗറ്റീവ് എക്സ്പ്രഷനാണ് ഈ ഒരു ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പം ഒരിക്കലും തൻ്റേതാവാത്തൊരു വീട് എന്നുള്ളൊരു ടൈറ്റിൽ, ആ ഒരു സംഭവം, ആ ഒരു ഐഡിയ ആണ് നമുക്കൊരു ടൈറ്റിലിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ദിസ് ചാപ്റ്റർ ഈസ് അബൌട്ട് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് അല്ലേ. നമ്മൾ ചെറുതായിട്ട് ഇപ്പോൾ ഒരു 10,000-ൻ്റെ ഫോണാണെങ്കിൽ ഓരോ മാസം നമുക്ക് ഒരു 1,000 അല്ലെങ്കിൽ 2,000 ഒക്കെ പേ ചെയ്ത് വി ക്യാൻ ജസ്റ്റ് മേക്ക് അവർ ഫോൺ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ നമുക്ക് വി ക്യാൻ ജസ്റ്റ് ടേക്ക് അവർ തിങ്സ്, നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതിനൊപ്പം തന്നെ വി ക്യാൻ ജസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് പൈസ കൊടുത്താൽ മതി. അപ്പം ആ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൻ്റെ നല്ല അഡ്വാൻറ്റേജസ് ആസ് വെൽ ആസ് ഡിസഡ്വാൻറ്റേജസ് കാണിച്ചു തരുന്ന ഒരു ചാപ്റ്ററാണ്, ഒരു 1 act പ്ലേ ആണ് നമ്മൾ ഇന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഒരു 1 act പ്ലേ ആണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ജാക്ക്, ജിൽ, ജാക്കിൻ്റെ വൈഫാണ് ജില്ല്, ഹിസ് വൈഫ്, ഓൺ ജെയിൻ, നേഴ്സ്. ഇത്രയും പേരും മാത്രമേ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പം
ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് we can see Jack, Jill and Anjane. ഇവർ കാണുന്നുണ്ട്. ഇവരുടെ എവിടെയാണ് നമുക്ക് we'll just see എവിടെയാണ് ഇതിന്റെ സെറ്റിംഗ്, ഫസ്റ്റ് സെറ്റിംഗ് എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കിയാൽ സീനിന്റെ ഫസ്റ്റ് സീനിൽ നമ്മൾ കാണുന്നത് the launch of Jack and Jill's villa at New Hampstead. ഇപ്പോൾ ഇവർ താമസിക്കുന്നത് ന്യൂ ഹാംസ്റ്റഡിലെ ഒരു വില്ലയിലാണ്. അപ്പോൾ ആദ്യത്തെ സീൻ നടക്കുന്നത് ഇവരുടെ ലോഞ്ച് ഏരിയയിലാണ്. The essential furniture consists of a table on which are writing materials and 2 chairs. അപ്പോൾ അവിടെ കാണുന്ന ഫേർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ടേബിൾ ഉണ്ട്, ദെൻ കുറച്ച് റൈറ്റിംഗ് മെറ്റീരിയൽസും 2 ചെയേഴ്സും ഉണ്ട്. ആസ് എ curtain rises, the lounge is empty, but Jack and Jill come immediately followed by Anjane. അപ്പോൾ ആദ്യം നമ്മൾ കർട്ടൻ പൊങ്ങുമ്പോൾ നമ്മൾ അവിടെ ആരെയും കാണുന്നില്ല, വേക്കൻ്റ് ആണ് ആ ഒരു സ്പേസ്. പക്ഷെ പെട്ടെന്ന് തന്നെ അവിടേക്ക് ജാക്കും ജില്ലും അവരുടെ പുറകിലായിട്ട് ഓൺജെയിനും നടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ജില്ല് പറയാണ് ആൻഡ് ദിസ് ഇസ് ദി ലോഞ്ച്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവും ഓൺജെയിനെ നമ്മുടെ ജാക്കും ജില്ലും കൂടെ അവരുടെ വീടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ചാമിങ് സച്ച് എ കോസി ലിറ്റിൽ റൂം ആൻഡ് സച്ച് പ്രെറ്റി. അപ്പോൾ നമ്മുടെ ഓൺജെയിനെ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ പറയുന്നത് എന്താ, നല്ല ഭംഗിയുള്ള ലോഞ്ച് ഏരിയ ആണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലോ. ജാക്ക്, വി ലൈക്ക് ഇറ്റ്, യു നോ, handy place to sit in and listen to a radiogram. Yes. Have you got a radiogram as well as a car? ഇവർ പറയാണ് ഇത്രയും നല്ലൊരു ഭംഗിയുള്ള പ്ലേസ് നമുക്ക് ഇവിടെ ഇരുന്ന് റേഡിയോ ഒക്കെ ലിസൺ ചെയ്യാം. അപ്പം നല്ലൊരു സ്പേസ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓൺജെയിൻ ചോദിക്കാം, നിങ്ങൾക്ക് ഒരു റേഡിയോഗ്രാം ഒക്കെ ഉണ്ടോ? റേഡിയോഗ്രാം ആസ് വെൽ ആസ് എ കാർ ആൻഡ് പിയാനോ. നിങ്ങൾക്ക് റേഡിയോഗ്രാം ഉണ്ട്, കാർ ഉണ്ട്, അതുപോലെ പിയാനോ ഒക്കെ ഉണ്ടോ? യെസ് Jack, why of course Anjane, you simply must have a radio set nowadays. അപ്പോൾ എന്താ ആൻജൈൻ പറയുന്നത്? യെസ്, എന്താണ് ഇന്നത്തെ കാലത്ത് ഒരു റേഡിയോ സെറ്റ് ഒന്നും ഇല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പോലും പറ്റില്ല എന്നാണ് നമ്മുടെ ജാക്ക് പറയുന്നത്. Jill, and it's so nice for me when Jack is away at business. I even make it move to the kitchen so that I can listen to it while I cook. അപ്പോൾ ജില്ല് സപ്പോർട്ട് ചെയ്യണം, ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യണം. ജാക്ക് ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ പുറത്ത് പോകുമ്പോഴേക്കും എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എനിക്ക് കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ അതിനെ പയ്യെ കിച്ചണിലേക്കൊക്കെ പുറത്ത് വെച്ചിട്ട് എനിക്ക് കേൾക്കാമല്ലോ. അപ്പം എങ്ങനെയാണെങ്കിലും അത് ഭയങ്കര എന്റർടൈനിങ് ആണെന്നാണ് പറയുന്നത്. Jack, sit down Anjane. You must be tired and we have shown you everything. അപ്പോൾ ആണ്ട് ഇരിക്കൂ, നമ്മളെല്ലാം കാണിച്ചു, നിങ്ങൾ ടയേർഡ് ആയിട്ടുണ്ട്, അപ്പോൾ വേഗം ഇരിക്കൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്നിട്ട് ജാക്ക് ചോദിക്കാണ്, Anjane, what do you think about our little nest? നിങ്ങളുടെ വീടിനെ പറ്റി ആനിക്ക് എന്താ തോന്നുന്നത്? Is it nice? നല്ലതാണോ എന്നാണ് ചോദിക്കുന്നത്. Anjane, I think it's wonderful, my dears. The furniture and the car and the piano and the refrigerator and the radio. What's it? It's wonderful, really wonderful. അപ്പോൾ പറയാണ്, yes, everything is beautiful. എല്ലാം നന്നായിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ കാറ്, റേഡിയോ, പിയാനോ, എവറിത്തിങ്, നിങ്ങളുടെ ഫേർണിച്ചർ എല്ലാം ഉഷാറായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. Jack, and we owe it all to you. അപ്പോൾ ജാക്ക് പറയാണ്, അതിന്റെ എല്ലാം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് ഓൺജെയിന്റെ അടുത്താണ്. ഓൺജെയിൻ, yes Jack, that's what's worrying me. അപ്പോൾ ആന്റി പറയാണ്, എനിക്കും എൻ്റെ ഒരു പേടിയും എന്നെ വറി ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. Jack, worrying you Anjane? എന്താ എനിക്ക് മനസ്സിലായില്ല, ആന്റി എന്താണ് പറയുന്നത്? അപ്പോൾ ആൻജൈൻ പറയാണ്, yes, that check I gave you for your wedding present, it was only 200 pounds, wasn't it? I did it for 2000 by mistake. അപ്പോൾ ആൻജൈൻ ചോദിക്കുകയാണ്, എന്താണ്, ഞാൻ നിങ്ങൾക്ക് അന്ന് വെഡിങ്ങിന് തന്ന ആ പ്രസന്റ്, ആ ചെക്കിൽ ഞാൻ 200 തന്നെയല്ലേ ഇട്ടിരുന്നത്, 200 pounds എന്ന് തന്നെയല്ലേ എഴുതിയത്, ബൈ മിസ്റ്റേക്ക് ഞാൻ 2000 എന്നൊന്നും അല്ലല്ലോ എഴുതി തന്നിരിക്കുന്നതെന്ന് ചോദിക്കണം. അപ്പൊ ആന്റിക്ക് ഭയങ്കര ഡൗട്ട് അടിച്ചിരിക്കുകയാണ്, എന്താണ് ഇവർ ഇത്രയും മോശമായിട്ട് നല്ല അടിപൊളിയായിട്ട് ലക്ഷറീസ് ആയിട്ട് ജീവിക്കുന്നു, എവിടെ നിന്നാണ് ഇതിവർക്ക് ഇത്രയും ക്യാഷ് കിട്ടുന്നതെന്നാണ് ആന്റി ചിന്തിക്കുന്നത്. Jill, why no Anjane? What on earth made you think that? അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനൊന്നും അല്ല ആന്റി, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്ന് ചോദിക്കുക. Anjane, well, that's all right, but I still don't altogether understand. അത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇപ്പോഴും കാര്യങ്ങൾ അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. എന്താ മനസ്സിലാവാത്തത്? This house, it's very lovely, but doesn't it cost a great deal for rent? പക്ഷെ സംഭവം വീടൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്, പക്ഷെ ഇതിന് റെന്റ് കൊടുക്കണമെങ്കിൽ ഭയങ്കര റെന്റ് ആയിരിക്കില്ലേ, നിങ്ങൾക്ക് ഇത്രയും റെന്റ് ഒക്കെ എഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. Rent? Oh no, we don't pay rent. അപ്പോൾ ആന്റിയുടെ അടുത്ത് ജാക്ക് പറയാണ്, റെന്റോ, ഞങ്ങൾ റെന്റ് ഒന്നും കൊടുക്കുന്നൊന്നുമില്ല, ഞങ്ങൾ വാടക കൊടുക്കുന്നൊന്നുമില്ല. But Jack, if you don't pay rent, you will get turned out into the street, and that would never do. Have Jill and the baby to think of now, you know. Auntie, oh my God, നീ എന്താ വാടകയൊന്നും കൊടുക്കാത്തെ? നീ വാടകയൊന്നും കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ല, നിനക്കിപ്പോ ഒരു വൈഫുണ്ട്, ജില്ലുണ്ട്, നിന്റെ ഒരു ബേബി ഉണ്ട്, നിനക്കൊരു കൊച്ചും കൂടി ഉണ്ട്, അപ്പൊ നീ അതൊക്കെ കൊടുക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ ജാക്ക് പറയുന്നത്?
No, no, Anjane, you misunderstood me. We don't pay rent because the house is ours. You ആൻറ്റി ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. എന്താ ഞങ്ങൾ റെന്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? കാര്യം എന്താ? ഈ വീട് ഞങ്ങളുടെയാണ്, ഞങ്ങൾ റെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. Auntie is like surprised ആവാണ്. Yours? നിങ്ങളുടെയോ? Jill, why? Yes, you just pay 10 pounds and it's yours. നിങ്ങൾ വെറും 10 pound കൊടുക്കുക, then the house will be yours. അപ്പോൾ അത്രയും ചെറിയ നിസ്സാര തുക കൊടുത്തിട്ടാണ് ഇവർ ഈ വീട് വാങ്ങിയിരിക്കുന്നതെന്നാണ് ജില്ല് പറയുന്നത്. ജാക്ക്, you see, Anjane, we realized how uneconomic it is to go on paying rent year after year. ജാക്ക് പറയാണ്, അതിന് നമ്മൾ ഇത്രയും കാലം വർഷം തോറും റെന്റ് കൊടുത്തുകൊണ്ടിരുന്ന എത്ര ബുദ്ധിയില്ലായ്മയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. And you can buy and enjoy a home of your own for 10 pounds. അപ്പം എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പറയാൻ കാരണം? വെറും 10 പൗണ്ടിന് നിങ്ങൾക്ക് ഒരു വീട് സ്വന്തമായിട്ട് വാങ്ങി അവിടെ താമസിക്കാൻ പറ്റുമെങ്കിൽ എന്തിനാ ഈ കാലാകാലം നിങ്ങൾ ഇങ്ങനെ വാടക കൊടുത്ത് കഴിയുന്നത്? And a few quarterly payments, of course. Why be Mr. Tenant when you can be Mr. Owner? എന്തിനാണ് നിങ്ങൾക്ക് ഓണർ ആവാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരെ കടക്കാരനായിട്ട് വാടകക്കാരനായിട്ട് കിടക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഓണർ ആവാം. Why be Mr. Tenant when you can become Mr. Owner? ഓണർ ആവാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഒരു വീട്ടിൽ വാടകയ്ക്ക് കിടക്കുന്നത്, വാടകക്കാരനായിട്ട് നിൽക്കുന്നത്? എന്തിനാ? അതിന്റെ ആവശ്യം എന്താ? Anjane, I see. Yes, there is something in that. Even so, you must be getting on very well to keep up a balance like this. Yes. അപ്പൊ പറയാണ്, അപ്പൊ ആന്റി ഓ അങ്ങനെയാണല്ലേ അപ്പൊ കാര്യം. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പൈസ കിട്ടുന്നുണ്ടാവുമല്ലോ നിന്റെ ജോലിയിൽ നിന്ന്. ഇത്രയും ഒരു എമൗണ്ട് ഒക്കെ ഈ പറഞ്ഞ ഇൻസ്റ്റാൾമെന്റിൽ ക്വാർട്ടർലി പേയ്മെന്റ് പോകണമെങ്കിൽ നിനക്ക് അത്യാവശ്യം നല്ലൊരു സാലറി ഉണ്ടാവും അല്ലേ എന്ന് ചോദിക്കുകയാണ്. Jill, oh, he is Anjane. Why? Only last year he had a 5 shilling rise. Didn't you, Jack? അപ്പോൾ ജില്ല് പറയും, യെസ് ഓഫ് കോഴ്സ്, അവൻ അത്യാവശ്യം പേയ്മെന്റ് ഒക്കെ കിട്ടുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം അവന് എത്ര കിട്ടി? 5 ഷില്ലിങ്ങിന്റെ ഒരു 5 ഷില്ലിങ്ങിന്റെ റൈസ് കൂടുതൽ പേ ഒക്കെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ ജാക്ക് എന്ന് ചോദിക്കുക. അപ്പൊ ജാക്ക് പറയാണ്, ഓഫ് കോഴ്സ് ദാറ്റ് വാസ് നത്തിങ് റിയലി, ഐ ആം എക്സ്പെക്ടിങ് 10 ദിസ് ക്രിസ്മസ്. Anjaneന്റെ അടുത്ത് ഇപ്പം വീണ്ടും പറയാണ്, അതൊന്നും വലിയ കാര്യമില്ല, ഈ ക്രിസ്മസ് ആകുമ്പോഴേക്കും ഞാൻ 10 വരെ പ്രതീക്ഷിക്കുന്നുണ്ട് പേ ഹൈക്ക് കൂടാൻ വേണ്ടിയിട്ട്. Anjane, Jack, I have just thought of something. That car, is it yours? പിന്നെ അടുത്ത Anjane ചോദിക്കുകയാണ്, നിങ്ങൾ പുറത്തെടുക്കുന്ന ആ കാറ് അത് നിങ്ങളുടെയാണോ? Of course it's ours, all yours. അപ്പൊ ചോദിക്കുകയാണ്, Anjane ചോദിക്കുകയാണ്, പുറത്തെടുക്കുന്ന കാറ് നിങ്ങളുടെയാണോ? അപ്പൊ ജില്ല് പറയാണ്, യെസ്, അതും ഞങ്ങളുടെ തന്നെയാണ്. Anjane വീണ്ടും എടുത്ത് ചോദിക്കുകയാണ്, all yours, ആ കാർ മുഴുവനായിട്ട് നിങ്ങളുടെയാണോ? Jack, well no, not exactly. മുഴുവനായിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പിന്നെയോ? How much of it? അതിൽ എത്രത്തോളം നിങ്ങളുടെ ഉണ്ട്? ആ കാറിന്റെ എത്ര ഭാഗമാണ് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളത്? I should say the steering wheel and one of the tires and about 2 of the cylinders. But don't you see, that's a wonderful thing about it. അപ്പോൾ ഇവർ പറയാണ്, ഈ കാറിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഓൺ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, അതിന്റെ സ്റ്റിയറിംഗ് വീല്, അതുപോലെ തന്നെ 2 ടയേഴ്സ്, then it's 2 cylinders. ഇത്ര മാത്രം ഞങ്ങളുടെയാണ്, ബാക്കിയൊന്നും ഞങ്ങളുടെ അല്ല. പക്ഷെ ഇതൊരു നല്ല കാര്യമല്ലേ, നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് ഒരു കാർ ഉണ്ടെന്ന് പറയുകയും ചെയ്യാം, പക്ഷെ പയ്യെ പയ്യെ പൈസ അടച്ചു തീർത്താലും മതി. I don't see anything wonderful about it. അപ്പൊ ആന്റി പറയും, എനിക്കിതിൽ വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. Jill, but there is, Anjane. You see, although we couldn't never buy a car outright, we can enjoy all the pleasures of motoring a near 5 pounds down. അപ്പൊ പറയാണ്, നമുക്ക് ഏതായാലും ആന്റി വിചാരിക്കുന്ന പോലെ നല്ലത് വളരെ നല്ലൊരു പരിപാടിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? ഏതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നമുക്ക് പെട്ടെന്ന് പോയി ഒരു കാറൊന്നും എടുക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഇതാണെങ്കിൽ എന്ത് ചെയ്യാം, വെറും എന്താണ് ഒരു 5 pounds ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം കാറിൽ നമുക്ക് യാത്ര ചെയ്യാം, നമുക്ക് കാർ ഓടിച്ച് നടക്കുകയൊക്കെ ചെയ്യാം. And the rest by easy installments, I suppose. അപ്പൊ ആന്റിക്ക് കാര്യം മനസ്സിലായി. ആന്റി ചോദിക്കുകയാണ്, അപ്പൊ ബാക്കി മുഴുവൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചു തീർക്കുമായിരിക്കും അല്ലേ? അപ്പൊ ഇവര് പറയാണ്, എക്സാക്ട്ലി, യെസ്, എക്സാക്ട്ലി. ആൻഡ് വാട്ട് അബൌട്ട് ദി റേഡിയോ, വാട്ട്സ് ഇറ്റ്? വെൽ ദാറ്റ്സ്. അപ്പൊ ബാക്കി ചോദിക്കുകയാണ്, ആന്റിന് ഓരോന്ന് ചോദിക്കുകയാണ്. അപ്പൊ റേഡിയോയോ? അവർ വീണ്ടും പറയാണ്, റേഡിയോയും ഈ പറഞ്ഞ മാതിരി ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിൽ എടുത്തതാണ്. വാട്ട് അബൌട്ട് ദി പിയാനോ? വെൽ ഓഫ് കോഴ്സ്, പിയാനോയും അങ്ങനെ തന്നെയാണ്. ആൻഡ് ഫർണിച്ചർ? യെസ്, ഫർണിച്ചറോ? ഫർണിച്ചറും അവര് അങ്ങനെ തന്നെ എടുത്തതാണ്. ഐ സപ്പോസ് all you own is this leg. She points to one. അപ്പൊ അവൾ ചോദിക്കുകയാണ്, ഓക്കെ, അപ്പൊ നീ ആകെപ്പാടെ ഓൺ ചെയ്യുന്നത് ഇതിന്റെ ഒരു കാല് മാത്രമാണല്ലേ? യെസ്. വെൽ നോ, ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് it's that one. She points to another one. അപ്പം ആന്റി ഇങ്ങനെ ഒരു ഡെസ്കിന്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, അപ്പൊ ഈ കാല് മാത്രമേ നിങ്ങളുടെ ഉണ്ടാവുള്ളൂ അല്ലേ?
ഇത് ചോദിക്കുമ്പോഴേക്കും ജില്ല് പറയാണ് സോറി ഈ കാലല്ല ഡെസ്കിന്റെ ഈ കാലല്ല ഇപ്പോഴത്തെ ഡെസ്കിന്റെ കാല് മാത്രമാണ് നമുക്ക് ഓൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഇനി നമ്മൾ മേടിക്കാനുള്ള ഇൻസ്റ്റാൾമെന്റ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സ്വന്തം ആവത്തുള്ളൂ. ഓക്കെ ദെൻ on chain and rest belongs to Mr. Sage, I suppose. Oh, okay. അപ്പം ഈ ഫർണിച്ചറിന്റെ ഒക്കെ ബാക്കി മിസ്റ്റർ സേജ് ഇതുപോലെ ഇൻസ്റ്റാൾമെന്റിൽ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ഓണർ ആണ്, ഫർണിച്ചർ ഓണർ ആണ്, അദ്ദേഹത്തിന്റെ ആയിരിക്കും അല്ലേ? യെസ്. ജില്ലു പറയാണ് ആ യെസ് ആണ്. Well, I'm not going to sit on it. Mr. Sage part for anyone. ഏതായാലും മിസ്റ്റർ സേജിന്റെ സാധനത്തിലൊന്നും ഞാൻ ഏതായാലും കയറി ഇരിക്കാൻ പോകുന്നില്ല. അപ്പം അവരിരുന്ന് ആ സോഫയിൽ നിന്ന് അവര് ചാടി എഴുന്നേക്കാണ്. Now tell me how much do all these installments come to? ചോദിക്കുകയാണ് ഈ ഇൻസ്റ്റാൾമെന്റ്സിന് എല്ലാത്തിനും കൂടെ നിങ്ങൾക്ക് എത്ര പൈസ ആവുന്നുണ്ടാവും? എത്രയാണെന്നാ പറയുന്നത്? Well, actually അവന്റെ കയ്യിൽ നിന്ന് ഒരു പോക്കറ്റ് ഡയറി എടുത്തിട്ട് നോക്കുകയാണ്. ആക്ച്വലി 7 pounds 8 and 8 pence a week. ഒരു 7 poundsഉം അതുപോലെ 8 and 8 pence a week. ഇത്രയാണ് അതിന് വരുന്നതെന്ന് പറയാണ്. ഓക്കെ ഓൺലൈൻ God heavens and how much do you earn? ചോദിക്കുകയാണ് എന്റെ പൊന്നെ നിങ്ങൾക്ക് ഇത്രയൊക്കെ വരുന്നുണ്ടോ? നിങ്ങൾ എത്രത്തോളം ഏൺ ചെയ്യും? നിങ്ങൾക്ക് ഇത്രയും ചെലവ് വരുന്നുണ്ട് ഇൻസ്റ്റാൾമെന്റിൽ തന്നെ, നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? ജാക്ക് ചോദിക്കുകയാണ് ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ദാറ്റ് ഈസ് 6 pounds. അവൻ പറയാണ് 6 pounds ആണ് ഞങ്ങൾക്ക് വരുമാനമായിട്ട് കിട്ടുന്നത്. പക്ഷെ ഇവരുടെ ഇൻസ്റ്റാൾമെന്റ്സ് എത്രയാണ് വരുന്നത്? 7 pounds 8 and 8 pence a week. 7 poundഉം 8 penceുമാണ് ഒരു വീക്കിൽ ഇവർക്ക് ഇൻസ്റ്റാൾമെന്റ്. പക്ഷെ ഇവരുടെ ഏർണിംഗ്സ് എന്ന് പറയുന്നത് വെറും 6 pounds ഉള്ളൂ. That's absurd. How can you pay 7 pounds 8 and 8 pence out of 6 pounds? അപ്പോൾ ആന്റിക്ക് സംശയമായി 6 pound മാത്രം ഏൺ ചെയ്യുന്ന ഇവർക്ക് വരുമാനമുള്ള ഇവർക്ക് എങ്ങനെയാണ് ഈ 8 pounds ഒക്കെ തിരിച്ചടയ്ക്കാൻ പറ്റുക? അപ്പൊ എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്? Oh, that's easy. You see, all you have to do is to borrow the rest of the money for the payments from the Thrift and Providence Trust Corporation. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇവരുടെ ഇൻസ്റ്റാൾമെന്റ്സ് ബാക്കി പേ ചെയ്യാൻ they are taking a loan. Thrift and Providence Trust Corporation ൽ നിന്ന് അവർ പൈസ വായ്പ എടുക്കും, കടമെടുക്കും. There's only too glad to loan to any amount you like or not of hand a loan. അപ്പൊ അവര് എപ്പോഴും നമുക്ക് ലോൺസ് തരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ജസ്റ്റ് നമ്മളൊരു കയ്യപ്പോ ഒരു ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി, അവർ നമുക്ക് ഓൾവേസ് നമുക്ക് ലോൺസ് തരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓൺ ചെയ്യും. ഹൗ ഡു യു പ്രപ്പോസ് ടു പേ ദാറ്റ് ബാക്ക്? ആൻഡ് ചോദിക്കുകയാണ് ഇതെല്ലാം നിങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചടയ്ക്കാൻ പോകുന്നത്? ഓൺ ചെയ്യും. Installments. She claps her hand to forehead and sinks back weakly into the chair. അപ്പൊ അവർ വീണ്ടും പറയാണ് ഞങ്ങൾ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് തിരിച്ചയക്കും. ഇൻസ്റ്റാൾമെന്റ് എടുത്ത് ആ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ വേണ്ടിട്ട് അവർ ലോൺസ് എടുത്തു. ആ ലോണൊക്കെ എങ്ങനെ തിരിച്ചടക്കുന്നത് ചോദിക്കുമ്പോൾ അവർ പറയാണ് പേ ബാക്ക് ഇറ്റ് ആസ് ഇൻസ്റ്റാൾമെന്റ്സ്. അത് ഞങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തിരിച്ചടച്ച് തീർക്കും. അങ്ങനെയാണ് പറയുന്നത്. ഇത് കേട്ടപ്പോഴേക്കും ആന്റിക്ക് സമാധാനം. ആന്റി ഇങ്ങനെ അയ്യോ ഇവരെ കൊണ്ട് മടുത്തല്ലോ എന്നുള്ള രീതിക്ക് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു ഷോക്കിൽ പുള്ളിക്കാരി ആ നിന്നെടുക്കുന്ന ആ സോഫയിലേക്ക് വീണ്ടും ഒന്ന് ഇരുന്നു പോയി. Then she realizes that she is sitting on Mr. Sage's piece and leaps to her feet again with a little shriek. അപ്പൊ അപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത് താൻ ഇരിക്കുന്നത് സേജിന്റെ ഫർണിച്ചറിലാണ്. വേഗം ഒന്ന് എഴുന്നേൽക്കുകയാണ് അവിടുന്ന്. Then Jack on Jane, is anything the matter? Would you like to lie down? അപ്പൊ ആന്റി പെട്ടെന്ന് സഡൻ ആയിട്ട് ഇരുന്ന് പോയപ്പോഴേക്കും വിചാരിച്ചു ആന്റിക്ക് സുഖമില്ലേ, എനിക്ക് എവിടെയെങ്കിലും കിടക്കണോന്ന് ആന്റിയുടെ അടുത്ത് ചോദിക്കുകയാണ്. Oh Jane, lie down. Do you suppose I'm going to trust myself in a bed that belongs to Mr. Sage or Mark Spencer or somebody? No, I'm going home. അപ്പോൾ കിടക്കാനോ ഇവിടെയോ? നിങ്ങളുടെ ഒന്നും സ്വന്തം അല്ലാത്ത മിസ്റ്റർ സേജിന്റെയും അതുപോലെ തന്നെ മിസ്റ്റർ മാർക്കിന്റെയും സ്പെൻസറിന്റെയും ഒക്കെ സാധനങ്ങളാണ് നിങ്ങൾ വീട്ടിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മേടിച്ചു വെച്ചിരിക്കുന്നത്. ഒന്നും നിങ്ങളുടെ നല്ലാത്ത ഈ സാധനങ്ങളിലൊക്കെ ഞാൻ ഇരിക്കാനും കിടക്കാനും നെവർ. ഞാൻ തിരിച്ച് വീട്ടിൽ പോവാണ്. ജിൽ ഓ മസ്റ്റ് റിയലി ഗോ. ഇപ്പൊ തന്നെ പോണോ ആന്റി? ഐ തിങ്ക് ഐ വുഡ് ബെറ്റർ. ആന്റി പറയാണ് ഓ ഞാൻ പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ജാക്ക് പറയാണ് ഐ ജസ്റ്റ് ഡ്രൈവ് യു ടു ദി സ്റ്റേഷൻ. ഞാൻ നിങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുവിടാം. വാട്ട്? Travel in a car that has only one tire and two thingumies. പറയാണ് ആ കാറിലോ ഈ മറ്റേപാട് ഇൻസ്റ്റാൾമെന്റിൽ എടുത്ത കാറിൽ 2 ടയറും ഒരു കുറച്ച് തിങ്കുമീസും മാത്രമല്ല സാധനങ്ങൾ മാത്രമല്ലേ നിന്റേത് ബാക്കിയുള്ളൂ. അതിലൊന്നും ഞാൻ വരില്ല. നോ താങ്ക് യു. ഞാൻ അല്ലാണ്ട് പോയിക്കോളാം, അല്ലെങ്കിൽ ഞാൻ ബസ്സിന് പോയിക്കോളാം എന്ന് പറയാം. ഓഫ് കോഴ്സ്, വെൽ ഓഫ് കോഴ്സ്, ഇഫ് യു ഫീൽ ലൈക്ക് ദാറ്റ് അബൌട്ട് ഇറ്റ്. അപ്പൊ അവൻ പറയും ഓക്കെ എനിക്കിപ്പോ അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. ഓൺ ജെയിൻ relenting a little. അപ്പൊ ആൻജെ ഒന്ന് സമാധാനപ്പെട്ടിട്ട് പറയാണ്. എന്താ പറയുന്നത്? Now I'm sorry if I sounded rude. സോറി, ഞാൻ നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് കുറച്ച് റൂഡായിട്ടാണ് സംസാരിച്ചതെങ്കിൽ സോറി. പക്ഷേ I am shocked to find the way you are living. നിങ്ങൾ ജീവിക്കുന്നത് കണ്ടിട്ട്
വളരെ ഷോക്ക്ഡ് ആണ്, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ ഹാവ് നെവർ ഓൺഡ് എ പെന്നി ഇൻ മൈ ലൈഫ്. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരാൾക്ക് പോലും ഒരു രൂപ പോലും കടപ്പെട്ടിരുന്നിട്ടില്ല. ക്യാഷ് ഡൗൺ, ദാറ്റ്സ് മൈ മോട്ടോ. ഐ വോണ്ട് യു ടു ഡു ദ സെയിം. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക, ആരുടെ അടുത്തും കടപ്പെടാതിരിക്കുക, അതാണ് എൻ്റെ ഒരു മോട്ടോ. നിങ്ങളും അതുപോലെ ജീവിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. Now look, here is a little check I was meaning to give you anyway. അപ്പോൾ ദാ നിങ്ങൾക്ക് ഞാൻ അന്ന് തരാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്ന ഒരു ചെക്കാണ്. ഇത് ഏതായാലും നിങ്ങൾ പിടിച്ചു. വലിയ എമൗണ്ട് ഒന്നും, പക്ഷെ ചെറിയൊരു എമൗണ്ട് ആണ്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റ് ഇതുവഴി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സാധനം നിങ്ങളുടെ സ്വന്തമാക്കി എടുക്കാമല്ലോ എന്ന് പറയാണ്. So that you can say one thing at least really belongs to. അപ്പോൾ നിങ്ങൾക്ക് പറയാലോ ഇത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് തീരുമാനിച്ചു വെക്കാലോ. അങ്ങനെ പറയാണ്. Jill awkwardly, thank you on Jane, it's very nice of you. Oh, thank you Aunt Jane, ഏതായാലും സന്തോഷമുണ്ട് എന്ന് പറയാണ്. ഓക്കെ, on Jane patting her, അപ്പോൾ അവളുടെ കൈയൊക്കെ ഒന്ന് തട്ടിയിട്ട് പോവാണ്. Now I must be going. Jack, I'll see you to the bus anyway. ഓക്കെ, അപ്പോൾ അവർ പറയണം അന്ന് ഞാൻ പോയേക്കാണ്. അപ്പോൾ ജാക്ക് പറയാണ് ഞാൻ ആന്റീനെ ബസ് കയറ്റിയിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോവാണ്. ജില്ല് ഗുഡ് ബൈ പറഞ്ഞു, എല്ലാവരും പുറത്ത് പോവാണ്. On Jane kissing her, goodbye my dear. ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് പുറത്ത് പോവാണ്. She and Jack go out. Jill looks at the check and explains, 10 pounds. Then she hurries to the table, addresses an envelope, endorses the check and slips it inside with the bill, which she takes from her bag and seals the envelope. ഇവര് പുറത്തേക്ക് പോയി. അപ്പോൾ അവള് തുറന്നു നോക്കിയപ്പോൾ ഇതിൽ എത്ര എമൗണ്ട് ആണ്? 10 pounds ആണുള്ളത്. അപ്പോൾ അവള് ഓ മൈ ഗോഡ്, ദാറ്റ് ഈസ് എ ഗുഡ് എമൗണ്ട് എന്ന് പറയാണ്. എന്നിട്ട് അവള് വേഗം എന്താ ചെയ്യുന്നത്? വേഗം ടേബിളിന്റെ അടുത്ത് പോയിട്ട് ഒരു എൻവലപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് ഇവരുടെ ബാഗിൽ നിന്ന് എടുത്ത് ചെക്കും കൂടെ വെച്ചിട്ട് ഈ പൈസയും അതിൽ വെച്ച് സീൽ ചെയ്യാണ്. And then she rings a bell. In a moment, nurse comes in with a baby in her hands. ആ ബെല്ലടിച്ചപ്പോഴേക്കും ഉള്ളൊരു നഴ്സ് കയ്യിലൊരു ബേബി ആയിട്ട് വരികയാണ്. ആ ബേബിനെ നമ്മുടെ ജില്ലിന്റെ കൈ കൊടുത്തിട്ട് നമ്മുടെ നഴ്സിന്റെ അടുത്ത് പറയാം, യു ജസ്റ്റ് ഗോ ആൻഡ് പോസ്റ്റ് ഇറ്റ്. വേഗം പോയി പോസ്റ്റ് ചെയ്തോളൂ, ആ സമയം വരെ ഞാൻ ക്വസ്റ്റിനെ ഞാൻ നോക്കിക്കോളാന്ന് പറയാം. അപ്പൊ നഴ്സ് എന്താ പറയുന്നത്? Certainly madam. Yes, nurse ഓക്കെ പറഞ്ഞിട്ട് പോവാണ്. She hands a baby to Jill and takes a letter. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജാക്ക് തിരിച്ചു വരാണ്. ജാക്ക്, well, she's gone. What a tartar. എന്താ ടാർട്ടർ എന്ന് പറഞ്ഞാൽ ഓ എന്തൊരു ദേഷ്യം, മുൻകോപമുള്ള സ്ത്രീയാണല്ലേ അവര്. പക്ഷേ still she did leave us a bit of an account. How much was it? എന്തൊക്കെയാലും അവര് പൈസയൊക്കെ തന്നിട്ടാണല്ലോ പോയത്. അത് എത്ര ഉണ്ടായിരുന്നു? പൈസ അത് എത്ര ഉണ്ടായിരുന്നു ആ പൈസ? ജില്ല് പറയാണ് 10 pounds. ജാക്ക്, oh my god, that's great. We can pay off the next 2 months on the car with that. പറയണം, ഓ അതേതായാലും നന്നായി, കാറിന്റെ 2 മാസത്തെ ഇൻസ്റ്റാൾമെന്റ് നമുക്ക് അതിൽ നിന്ന് അടയ്ക്കാം എന്ന് പറയാണ്. ഓക്കെ, I'm afraid we can't. അപ്പൊ ജില്ല് പറയണം, സോറി അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, അപ്പൊ ജാക്ക് എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്? Have already sent it off for something else. Nurse has just gone to post it. അപ്പോൾ പറയാണ്, ഓ ഞാനത് നടക്കുമെന്ന് തോന്നുന്നില്ല, ഞാൻ ഓൾറെഡി അത് സാധനത്തിന് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി നഴ്സിന്റെ അടുത്ത് പോസ്റ്റ് ചെയ്യാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. എന്താണത്? ജാക്ക് ചോദിക്കുകയാണ്, ആർക്ക് കൊടുക്കാനാ? അപ്പൊ അവള് പറയാണ്, ടു ഡോക്ടർ മാർട്ടിൻ. ജാക്ക്, ഡോക്ടർ മാർട്ടിൻ, what on earth possessed you to do that? ഡോക്ടർ മാർട്ടിനോ? അയാൾക്ക് എന്തിനാണ് ഇത്രയും കൊണ്ട് കൊടുക്കുന്നത്? Jill, nearly in tears, girl. Now you are going to be angry with me. അവള് പറയാനൊക്കെ ആയി നിൽക്കുകയാണ്. നീ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നീ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും. I'm not angry, but why waste good money on the doctor? Doctors don't expect to get paid anyway. എന്തിനാണ് ഈ ഡോക്ടേഴ്സിനൊക്കെ ഇത്രയും പൈസ കൊടുക്കുന്നത്? നമ്മുടെ ഏതായാലും എന്തോ പുണ്യകർമ്മം ചെയ്യുന്ന പോലെ അവർ പൈസക്കൊന്നും ചെയ്യുന്നതല്ലല്ലോ എന്നാണ് നമ്മുടെ ജാക്ക് പറയുന്നത്. അപ്പൊ ജില്ല് എന്താ പറയുന്നത്? ചെറുതായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടാണ് പറയുന്നത്. But you don't understand. Understand what? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ജാക്ക്. എന്താ നീ പറയുന്നത്? എനിക്ക് എന്ത് മനസ്സിലാവില്ല എന്നാ? Just one more installment and the baby is really പറയുന്നത് എന്തിനാ? അപ്പൊ ഡോക്ടർ മാർട്ടിന് എന്തിനാ ഈ പൈസ കൊടുത്തു വിട്ടത്? ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് അടച്ചാൽ മാത്രമേ ഇവരുടെ ബേബി ഇവരുടെ സ്വന്തമായിട്ട് മാറുള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പൈസ കൊടുത്തു വെച്ചിട്ടുള്ളത് ഡോക്ടർ മാർട്ടിന്. എന്താ സംഭവം? എന്താണ്? ഇവരുടെ ഈ കൊച്ചിനെ ഡെലിവറി ചെയ്ത ടൈമിലും ഇവര് ഫുള്ള് പൈസ അടയ്ക്കാണ്ട് ഒരു ഇൻസ്റ്റാൾമെന്റ് ബേസിലായിരുന്നു ഇവര് എന്ത് ചെയ്തിരുന്നത്? ആ കൊച്ചിനെ അതിന്റെ ഡെലിവറി ഫീസും ഇവര് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിൽ തന്നെയാണ് അടച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് കൊടുത്താൽ മാത്രമേ ഇവരുടെ സ്വന്തമായിട്ട് അവരുടെ ബേബി മാറുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഡോക്ടർ മാർട്ടിന് ഇവർ പൈസ കൊടുത്തു വെച്ചിട്ടുള്ളത്. Yes, she is holding out the infant a little pathetically.
as we blacked out. അപ്പോൾ ദാ നമ്മൾ തീരുമ്പോൾ കാണുന്നത് നമ്മുടെ ജില്ല് അവിടെ കുട്ടീനെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. എന്താ സംഭവിച്ചത്? ഇങ്ങനെ സങ്കടപ്പെട്ടുള്ളൊരവസ്ഥ അല്ലെ. ആ കൊച്ചു അവരുടെ ഓൺ ആവണമെങ്കിൽ അവർക്ക് ആ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റൂടെ പേ ചെയ്യേണ്ടി വരുമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് ആ ഒരു സീനിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ അതോടെ ഈ ഒരു 1 act പ്ലേ അവിടെ എൻഡ് ചെയ്യാണ്. ഓക്കെ, വളരെ നല്ലൊരു തീം തരുന്ന ഒരു സ്റ്റോറിയാണ്. സ്റ്റോറി അല്ല, 1 act പ്ലേ ആണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത്. The never never nest. അപ്പൊ ആ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലായിട്ടില്ലേ? The disadvantages of installment system. ഇവരുടേതാവാത്ത never never nest, ഒരിക്കലും അവരുടേതാവാത്ത ആ വീട് എന്നുള്ളതാണ് ഈ ഒരു ടൈറ്റില് നമ്മുടെ അടുത്ത് കാണിക്കുന്ന ഒരു തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യു ഷുഡ് ബി ഫെമിലിയർ വിത്ത് ദി ക്യാരക്ടേഴ്സ് ഓഫ് ജിൽ, ജാക്ക്, ഓൺ ജെയിൻ. രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡ്സ് ഡിഫറെന്റ് ആണ്. ജാക്കും ജില്ലും ചക്കിക്കത്ത് ചങ്കരന അല്ലെ. ജാക്ക് എന്ത് ചെയ്താലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയാണ് ജില്ല്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വൈസ് വേഴ്സ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഓൺ ജെയിൻ she is a contrast to Jack and Jill. അവരുടെ ഐഡിയോളജീസും ആറ്റിറ്റ്യൂഡും ഒക്കെ ഡിഫറെന്റ് ആണ്. She don't like installment systems, whereas Jack and Jill, they are fond of installment systems, buying and owning things in few amounts. ചെറിയ ചെറിയ പൈസയിൽ സാധനങ്ങൾ മേടിക്കുക ഇവർക്ക് ഒരു ക്രേസ് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് കൂട്ടരും തമ്മിലുള്ള ആറ്റിറ്റ്യൂഡില് വളരെ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു 1 act പ്ലേയും. വളരെ ഇവര് എല്ലാ സാധനങ്ങളും കുറെ സാധനങ്ങൾ വാങ്ങി കൂട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഗിവ് എ സ്പീച്ച് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ സ്പീച്ച് നമ്മളൊരു സല്യൂട്ടേഷൻ ഒക്കെ വെച്ച് തുടങ്ങാം. ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തെ പറ്റി നിങ്ങൾക്ക് പറയാം. then you can just give ഇങ്ങനെ ഒരു എക്സാമ്പിൾ കൂടെ കൊടുത്തിട്ട് ഈ സ്റ്റോറി അതിനൊരു ടെക്സ്റ്റ് എക്സാമ്പിൾ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്പീച്ച് ഉണ്ടാക്കാം. ക്യാരക്ടർ സ്കെച്ചസ് ഒക്കെ നമുക്ക് നോക്കാം. ഏതാണ് ജാക്കിന്റെയും ജില്ലിന്റെയും അതുപോലെ തന്നെ ഓൺ ജെയിന്റെയും. then ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് ഇത്ര തന്നെയുള്ളൂ ഇതിൽ കൂടുതലായിട്ട് വരാവുന്നത്. ഓക്കെ, അപ്പൊ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഒരു ചാപ്റ്ററും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു എൻറ്റയർ യൂണിറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പോർഷൻസ് നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ പോർഷൻസിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് ഇവിടെ എന്താണ് സ്റ്റോറിയിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ തന്നെ യു വിൽ ബി ഏബിൾ ടു സ്കോർ മാർക്സ്. കാരണം എന്താ, മറ്റുള്ളതിന്റെ ഒരു ഫോമൽ അല്ലെങ്കിൽ ഒരു ഫോമാറ്റും കൂടെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ പ്രിപ്പയർ വെൽ ഫോർ യുവർ എക്സാംസ്. നന്നായിട്ട് എക്സാംസ് ഒക്കെ എഴുതുക. അപ്പൊ അത്യാവശ്യം ടൈം ഒക്കെ എഴുതുക. നമ്മൾ ഇതൊന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ടൈമിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പം ലിറ്റിൽ ടൈം ആ ഒരു സമയത്ത് യു കെൻ ജസ്റ്റ് സ്കോർ മോർ മാർക്സ്. അപ്പം പ്രിപ്പയർ വെൽ. അപ്പം വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. വി വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ with the grammar portions. Okay, bye bye.